നമസ്കാരം. വെളിപ്പെടുത്തലുകളുടെ പെരുമഴക്കാലമാണ്. ചലച്ചിത്ര മേഖലയിൽ നിന്നിപ്പോൾ ഉയർന്നു വരുന്നത് കേട്ടാൽ അറയ്ക്കുന്ന ലൈംഗികാതിക്രമത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. പ്രേക്ഷക കയ്യടി വാങ്ങി വർഷങ്ങളായി സ്ക്രീനിൽ തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നടന്മാരിൽ നിന്ന് റിയൽ ലൈഫിൽ തങ്ങൾക്ക് നേരിടേണ്ടി വന്ന ഹീനമായ അനുഭവം തുറന്നു പറഞ്ഞ് ഓരോ ദിവസവും കൂടുതൽ വനിതകൾ രംഗത്തെത്തുകയാണ്. താരസംഘടനയുടെ തലപ്പത്തുള്ളവരും ജനപ്രതിനിധികളും ഉൾപ്പെടെ നിലവിൽ പ്രതിക്കൂട്ടിലുണ്ട്. മുഖം നോക്കാതെ നടപടി സ്വീകരിക്കാൻ തയ്യാറാകുമോ സർക്കാർ? തലപ്പത്തുള്ള കൂടുതൽ പേർ കളങ്കിതരുടെ പട്ടികയിലാകുമ്പോൾ താരസംഘടന സമ്പൂർണ്ണ അഴിച്ചുപണിക്ക് തയ്യാറാകുമോ? ന്യൂസ് ഈവനിംഗ് വിശദമായി പരിശോധിക്കുന്നു. സ്വാഗതം പ്രേക്ഷകർക്ക്. ആദ്യം ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്കാണ്. അമ്മ ഓഫീസിന് മുന്നിൽ പ്രതിഷേധവുമായി എറണാകുളം ലോ കോളേജ് വിദ്യാർത്ഥികൾ ഓഫീസിന് മുന്നിൽ റീത്ത് വെച്ച് പ്രതിഷേധിക്കുകയാണ്. അശ്വിൻ പാലാഴി വിശദാംശങ്ങളുമായി. അശ്വിൻ, ഇപ്പോൾ വലിയൊരു പ്രതിഷേധമാണോ അവിടെ അരങ്ങേറുന്നത്? എന്താണ് നിലവിൽ നടക്കുന്നത്? അനുജ, പ്രത്യക്ഷമായൊരു പ്രതിഷേധം എന്ന് പറയാനാവില്ല. 4 ബൈക്കുകളിലെത്തിയ വിദ്യാർത്ഥികളാണ് ഈ അമ്മ ഓഫീസിന് മുന്നിലെ ഗേറ്റിൽ ഈ ഒരു റീത്ത് വെച്ച് മടങ്ങിയിരിക്കുന്നത്. അതിലെ വാചകങ്ങൾ ഇങ്ങനെയാണ്: അച്ഛനില്ലാത്ത അമ്മയ്ക്ക് എന്നുള്ള ഒരു വാചകത്തോടു കൂടിയാണ് ഈ റീത്ത് അമ്മയുടെ ആസ്ഥാന മന്ദിരത്തിന് മുന്നിലെ ഗേറ്റിൽ തൂക്കിയിരിക്കുന്നത്. ലോ കോളേജ് എറണാകുളം എന്നുള്ള ഒരു എഴുത്തുകൂടിയുണ്ട്. ലോ കോളേജിലെ വിദ്യാർത്ഥികളുടെ യൂണിയന്റെ റീത്താണ് അവർ പ്രതിഷേധ സൂചകമായി സമർപ്പിച്ചിരിക്കുന്നത്. ഒപ്പം അമ്മയുടെ നിലവിലെ പ്രശ്നങ്ങൾ കാണിച്ചുകൊണ്ട് അവിടെ തീ കത്തുമ്പോൾ അവിടെ നിന്ന് പുറത്തിറങ്ങുന്ന അംഗങ്ങളുടെ ഒരു കാർട്ടൂൺ കൂടി ആ റീത്തിനൊപ്പം ചേർത്തിട്ടുണ്ട്. ഒരു ഹെൽമറ്റ് വെച്ച 4 വിദ്യാർത്ഥികളാണ് ബൈക്കുകളിലെത്തി ഇത് വെച്ചിട്ട് പോയത്. മുദ്രാവാക്യം വിളി അങ്ങനത്തെ പ്രതിഷേധമായി മറ്റ് പ്രതിഷേധ മാർഗങ്ങളൊന്നുമില്ലായിരുന്നു. എന്തായാലും ഈ ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ അമ്മ ഓഫീസ് കഴിഞ്ഞ 4 ദിവസമായി അടഞ്ഞു കിടക്കുകയാണ്. അതിനിടെയാണ് ലോ കോളേജ് വിദ്യാർത്ഥികളുടെ പ്രതിഷേധം അമ്മ ഓഫീസിന് മുന്നിൽ റീത്ത് വെച്ചുകൊണ്ട് നടന്നത്. ശരി. അമ്മ ഓഫീസിന് മുന്നിൽ 4 വിദ്യാർത്ഥികൾ ചേർന്ന് റീത്ത് വെച്ചുള്ള പ്രതിഷേധം. ഇന്ന് കൂടുതൽ വെളിപ്പെടുത്തലുകൾ വരുന്നതാണ് നമ്മൾ കണ്ടത്. ആദ്യം നമ്മൾ പോകുന്നത് ആ വെളിപ്പെടുത്തലുകളിലേക്കാണ്. കൂടുതൽ നടന്മാർക്കെതിരെ പീഡന അനുഭവങ്ങൾ തുറന്നു പറഞ്ഞാണ് നടിമാർ രംഗത്തെത്തിയത്. മുകേഷ്, ജയസൂര്യ, ഇടവേള ബാബു എന്നിവരിൽ നിന്ന് മോശം അനുഭവമുണ്ടായെന്ന് നടി മിനു മുനീർ 24-നോട് പറഞ്ഞു. ഇവർക്കെതിരെ പോലീസിൽ പരാതി നൽകുമെന്നും മിനു വ്യക്തമാക്കിയിട്ടുണ്ട്. ആദ്യം മിനുവിന്റെ വെളിപ്പെടുത്തലിലേക്ക്. ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കാൻ വന്ന സിനിമ അദ്ദേഹം അങ്ങോട്ട് നോക്കിയ സിനിമയായിരുന്നു. അതിനകത്ത് ചീഫ് സെക്രട്ടറി റോളായിരുന്നു. അപ്പോൾ അത് സെക്രട്ടേറിയറ്റിൽ വെച്ചായിരുന്നു ഷൂട്ടിങ്. അപ്പോൾ അവിടുത്തെ സെക്രട്ടേറിയറ്റിൽ ഞാൻ ടോയ്ലറ്റിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഈ ജയസൂര്യ പുറകിൽ നിന്ന് വന്ന് പെട്ടെന്ന് കെട്ടിപ്പിടിച്ചു പുറകിൽ നിന്ന്. അപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്കും പെട്ടെന്ന് ലിപ്സിലും കിസ് ചെയ്തു. അപ്പോൾ പെട്ടെന്ന് ഞാൻ പുള്ളിനെ പിടിച്ച് തള്ളിയിട്ട് ഓടി. ഞാൻ പെട്ടെന്ന് താഴോട്ട് ഇറങ്ങി ഓടിപ്പോയി. അപ്പോൾ ജയസൂര്യ പുറകെ ഓടി വന്നിട്ട് പറഞ്ഞു, മിനു ഞാനൊരു കാര്യം പറഞ്ഞാൽ എസ് ഓർണോ എന്ന് പറയണം എന്ന് പറഞ്ഞു. അപ്പോൾ എന്തേന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത്, എനിക്കിവിടെ ട്രിവാൻഡ്രത്ത് ഫ്ലാറ്റ് ഉണ്ട്, ഐ എം ഇൻട്രസ്റ്റഡ് ഇൻ യു. അത് ഉണ്ടെങ്കിൽ വരും, മിനുവിന് അതിൻ്റെ നല്ല നേട്ടങ്ങളുണ്ടാവും എന്ന് പറഞ്ഞു. നോ, ഉണ്ടായിട്ടുണ്ട്. കാരണം കലണ്ടർ എന്ന സിനിമയിൽ വെച്ചാണ് ഞാൻ മുകേഷിനെ പരിചയപ്പെടുന്നത്. അവിടെ വെച്ചും അദ്ദേഹം എന്നോട് പരിചയപ്പെടുകയും അദ്ദേഹത്തിൻ്റെ ഇഷ്ടമൊക്കെ തുറന്ന് എന്നോട് എക്സ്പ്രസ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ലൊക്കേഷൻ നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ്, അല്ലാതെ റൂമിലൊന്നുമല്ല, സെറ്റിലിരിക്കുമ്പോഴാണ്. ഈ അമ്മയിൽ അസോസിയേഷനിൽ മെമ്പർഷിപ്പ് കിട്ടാൻ വേണ്ടി ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് തന്നില്ല. അന്നേരം പുള്ളിക്കാരൻ പറഞ്ഞു, നീ ഞാൻ അറിയാതെ നുഴഞ്ഞു കയറാൻ നോക്കുകയാണോ അമ്മയിൽ? ഞാനറിയാതെ മലയാള സിനിമയിൽ ഒന്നും നടക്കത്തില്ല, നിനക്ക് തരാൻ വലിയ ബുദ്ധിമുട്ടല്ലേ? നാടകമേഖലകം എന്ന സിനിമയിൽ വന്നപ്പം ഞാൻ ഈ പുള്ളിക്കാരൻ മുഖം കൊടുത്തില്ല, കാരണം ഇങ്ങനെ ഒരു സംസാരം ഉണ്ടായതുകൊണ്ട്. അപ്പോൾ പുള്ളി എൻ്റെ റൂമിൽ ഒന്ന് കൊട്ടി. അപ്പോൾ ഞാൻ തുറന്നപ്പോൾ എന്നോട് പെട്ടെന്ന് അകത്തോട്ട് കയറി പറഞ്ഞു, എന്താ ഇയാളുടെ പ്രശ്നം, ഇയാൾക്ക് എന്താന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, എനിക്കത് വളരെ ബുദ്ധിമുട്ടായി എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞത്. ഇവിടെ എന്തിനാണ് സിനിമയെ കുറിച്ചൊക്കെ തനിക്ക് അറിയത്തില്ലേ? അപ്പോൾ അതിനെ കുറിച്ചൊക്കെ അഡ്ജസ്റ്റ്മെന്റ്. അപ്പോൾ എന്താ അങ്ങനെ പുള്ളിക്കാരൻ കൊണ്ട് പുള്ളി അവിടെ വെച്ചാൽ എങ്ങനെ കയറി കെട്ടിപ്പിടിച്ചു. മെമ്പർഷിപ്പ് എടുക്കുന്ന ഘട്ടത്തിലാണോ ഇടവേള ബാബുവിന്റെ ഭാഗത്തുനിന്ന്? അതെ. അമ്മയുടെ കാര്യം പുള്ളിക്കാരൻ തന്നെയാണ് പറഞ്ഞത്, ഞാൻ കാശ് വേണ്ട, ഇതിന് കാശ് വേണ്ട, കുറച്ച് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക്, അല്ലാതെ തന്നെ ഞാൻ മിനു എൻ്റെ കൂടെ നിൽക്ക്, അപ്പം മിനുവിന് പലതും മനസ്സിലാവും എന്ന് പറഞ്ഞു. അപ്പോൾ 6 സിനിമ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് എന്നെ അംഗത്വം വേണം. അപ്പോൾ ഒരു കാര്യം ചെയ്യും, മിനു എനിക്ക് ഫോമിൽ വന്ന് ഒപ്പിട്ടതാ, അത് ഫില്ല് ചെയ്തിട്ട് ഞാൻ ഇന്ന് തന്നെ കൊടുക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് 50,000 പുള്ളിക്കാരൻ പറഞ്ഞത് അന്ന് അതായിട്ട്. അപ്പം ക്യാഷ് ഞാൻ തരാമെന്ന് പറഞ്ഞാൽ അന്ന് 10,000 അങ്ങനെ ഞാൻ അത് കൊടുക്കുകയും ചെയ്തു അഡ്വാൻസ് ആയിട്ട് പുള്ളിക്കാരൻ്റെ കയ്യിൽ. എന്നിട്ട് അവിടെ ചെന്നപ്പോഴാണ് എന്നോട് ഇങ്ങനെ കുനിഞ്ഞ് ഞാനിങ്ങനെ ഫോം ഫില്ല് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് പുള്ളി പുറകിൽ തന്നെ ഇങ്ങനെ ഒരു കൈ കൊണ്ട് ഇങ്ങനെ പിടിക്കുകയും കഴുത്തിൽ ഇവിടെ കണ്ടോ ഈ ഭാഗത്തോട്ടങ്ങാണ്ട് ഉമ്മ വയ്ക്കുകയും ചെയ്തത്. ഈ മണിയമ്പിള്ള രാജു എന്നുള്ള പേര് കൂടി ആ പോസ്റ്റിലുണ്ട്. അത് ആഷിഖ് കപൂറിന്റെ സെറ്റിലാണ് എന്ന് മനസ്സിലാക്കുന്നു. ആ ഘട്ടത്തിൽ ആഷിഖിനോട് ഇത് പറഞ്ഞിരുന്നു? ഇല്ല, എനിക്ക് ഒന്നാമതായിട്ട് ഈ ആഷിഖ് കപൂർ സാർ എല്ലാവരും
ക്രൗഡഡ് ആണല്ലോ. നമ്മളത് എങ്ങനെ എല്ലാവരുടെ മുമ്പ് പല പല ആൾക്കാരുകളാണല്ലോ. അപ്പോൾ അവിടെ എല്ലാം എനിക്കൊന്ന് തനിയെ എവിടെ ഇരിക്കുന്നത് കണ്ടാണെങ്കിൽ ഞാൻ ഒരു പക്ഷേ പോയി പറഞ്ഞായിരുന്നേ. ഇതെല്ലാവരും കൂട്ടമായിട്ടാണ് നമ്മൾ സെറ്റിലിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഗായത്രി, എൻ്റെ കൂടെ അഭിനയിച്ച ഗായത്രി ഉണ്ടായിരുന്നു, ഗായത്രി എടുത്ത് ഷെയർ ചെയ്തായിരുന്നു. ഇന്ന് വന്ന മറ്റൊരു വെളിപ്പെടുത്തൽ ബാബുരാജിനെതിരെയാണ്. ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന ആരോപണവുമായി ജൂനിയർ ആർട്ടിസ്റ്റാണ് രംഗത്തെത്തിയത്. അവസരം തരാമെന്ന് പറഞ്ഞ് ആലുവയിലുള്ള വീട്ടിൽ വിളിച്ചു വരുത്തി പീഡിപ്പിച്ചുവെന്നാണ് വെളിപ്പെടുത്തൽ. പരസ്യചിത്രത്തിൽ അഭിനയിപ്പിക്കാമെന്ന് പറഞ്ഞ് സംവിധായകൻ ശ്രീകുമാർ മേനോൻ പീഡിപ്പിച്ചുവെന്നും ജൂനിയർ ആർട്ടിസ്റ്റ് ആരോപണം ഉന്നയിച്ചു. ഈ നടൻ മിസ്റ്റർ ബാബുരാജ്, ഈ വ്യക്തി നമ്മൾ എന്താ പറയാ, പരസ്യമായ രഹസ്യമാണെന്ന് പറയാവുന്ന രീതിക്കുള്ള ഒരു സെക്ഷൽ ഹാരാസ്മെന്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ആലുവയിലുള്ള വീട്ടിൽ വെച്ചിട്ട് എന്നെ സെക്ഷലി റേപ്പ് ചെയ്ത ആളാണ് മിസ്റ്റർ ബാബുരാജ്. അത് അന്ന് ഒരുപാട് സങ്കടവും വിഷമങ്ങളും, ഒന്നും എന്റെ കയ്യിൽ 5 പൈസ പോലും ഇല്ല. അങ്ങനെ എനിക്ക് അവിടുന്ന് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. അങ്ങനെ എന്നെ പിറ്റേ ദിവസമാണ് അവിടുന്ന് വിടുന്നത്. അന്ന് അതെനിക്കിപ്പോൾ പറയുമ്പോൾ തന്നെ സഹിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ നല്ല സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായിട്ട് ഇവരൊക്കെ ഇങ്ങനെയാണെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. എന്നെ പോലെ പല പെൺകുട്ടികൾക്കും ഇയാളിൽ നിന്ന് പല അനുഭവങ്ങളും ഉള്ളത് എനിക്കറിയാം. നടൻ ബാബുരാജ് മാത്രമല്ല, ഒടിയൻ സിനിമയുടെ ഡയറക്ടർ മിസ്റ്റർ ശ്രീകുമാർ, അയാള് പല പരസ്യങ്ങൾ ചെയ്യുന്ന ആളാണ്. ഒക്കെ പരസ്യങ്ങളിൽ എന്നെ അഭിനയിപ്പിക്കാം, അതിലൊന്നും പ്രശ്നമില്ല, മോളെ ഒന്ന് കണ്ടാ മതി. ഇവർ ഈ മോളെ എന്ന് വിളിക്കുന്നത് നമ്മളെ സൂചിപ്പിക്കാനാന്നുള്ളത് പിന്നീടാണ് മനസ്സിലാവുന്നത്. അങ്ങനെ വിളിപ്പിച്ച് ഈ വ്യക്തി അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. ഒടിയൻ സിനിമയുടെ ഡയറക്ടറും സെക്ഷലി എന്നെ അബ്യൂസ് ചെയ്ത ആളാണ്. സംവിധായകൻ തുളസീദാസിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായെന്ന് നടി ഗീതാ വിജയൻ 24നോട് പറഞ്ഞു. ചാഞ്ചാട്ടം എന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചായിരുന്നു തനിക്ക് ദുരനുഭവം ഉണ്ടായത്. പെരുമാറ്റത്തെ എതിർത്താൽ അവസരം നഷ്ടമാകുന്ന സാഹചര്യമാണെന്നും ഗീതാ വിജയൻ പറഞ്ഞു. ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. AMMA വരുന്നതിന് മുമ്പ് തന്നെ 91 ഞാൻ ശക്തമായിട്ട് പ്രതികരിച്ചിട്ടുണ്ട്, അതിനനുഭവിച്ചിട്ടുമുണ്ട്. ആ സെറ്റില് ദുരനുഭവം ഉണ്ടായിട്ടുണ്ട്. ബിക്കോസ് ഓഫ് ദാറ്റ് പക്ഷെ എനിക്ക് ഐ എം ഗ്ലാഡ് ദാറ്റ് എനിക്ക് അങ്ങനെ പ്രതികരിക്കാൻ പറ്റി. ആ ഒരു ഇതുണ്ട്, ഒരു ബോൾഡ്നെസ് എനിക്ക് ഫീൽ ചെയ്തു. അതിൽ വളരെ സന്തോഷമുണ്ട്. ആക്ച്വലി തുളസീദാസ് ചിത്രം ചാഞ്ചാട്ടം ചീത്ത വിളിച്ചു നല്ലോണം ചീത്ത വിളിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ചീത്ത വിളി എല്ലാവരും കേട്ടു, എല്ലാവരും അറിഞ്ഞു. നിലവിൽ ആരോപണ വിധേയരായി ഇപ്പോൾ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നവരിൽ ജനപ്രതിനിധിയുണ്ട്. കൂടാതെ താരസംഘടനയുടെ തലപ്പത്തുള്ള കൂടുതൽ പേർക്കെതിരെ ആരോപണവുമായി ഓരോ ദിവസവും പുതിയ പുതിയ വെളിപ്പെടുത്തലുകൾ, ആരോപണങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് എന്ത് നടപടി ഉണ്ടാകും? മുഖം നോക്കാതെ നടപടി ഉണ്ടാകുമോ? താരസംഘടന സമ്പൂർണ്ണ അഴിച്ചുപണിക്ക് തയ്യാറാകുമോ? അങ്ങനെ തയ്യാറാകേണ്ടതല്ലേ? സുരക്ഷിതമായ തൊഴിലിടം എന്നുള്ളത് ഇപ്പോൾ ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയുകയാണ് WCC. നമ്മൾക്കൊപ്പം അതിഥികളായി ശ്രീമതി ബിന്ദു കൃഷ്ണ, ശ്രീ BN ഹസ്കർ എന്നിവർ തത്സമയം, ഒപ്പം ടെലിഫോൺ ഡയലിലും നമ്മൾ മറ്റു ചിലരെ പ്രതീക്ഷിക്കുന്നുണ്ട്. ആദ്യം ശ്രീമതി ബിന്ദു കൃഷ്ണ, ഇപ്പോൾ ഇന്നലെ വൈകിട്ടാണ് ഒരു 7 അംഗ അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ചുകൊണ്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു തീരുമാനമുണ്ടാകുന്നത്. അതിൽ വനിതകളുണ്ട്, 4 ഉദ്യോഗസ്ഥരാണ്, മുതിർന്ന അവരുടെ കഴിവ് തെളിയിച്ച 4 വനിതാ ഉദ്യോഗസ്ഥരുണ്ട്. കൂടാതെ സ്പർജൻ കുമാർ IG-യുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ വെളിപ്പെടുത്തലുകളിൽ അന്വേഷണം നടത്താൻ പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ മാധ്യമങ്ങളിലൂടെയൊക്കെ വരുന്ന വെളിപ്പെടുത്തലുകളിൽ. അതിൽ ഈ പറയുന്ന ജനപ്രതിനിധി ഉൾപ്പെടെയുള്ളവരുണ്ടല്ലോ, ആ വെളിപ്പെടുത്തലിലാണ് ഇപ്പോൾ ജനപ്രതിനിധിയുടെ പേരൊക്കെ ഓരോ ദിവസവും ഇങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ കൂടുതൽ പേരുകൾ കേൾക്കുന്നതിൽ മുകേഷിൻ്റെ പേര് എല്ലാ ദിവസവും എന്ന തരത്തിലേക്ക് പുറത്തു വരികയുമാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു നീക്കത്തെ കാണുന്നത് എങ്ങനെയാണ്? നിങ്ങൾക്ക് തൃപ്തിയുണ്ടോ ആ നീക്കത്തിൽ? സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ എടുക്കുന്ന നിലപാടിൽ ഒരു ആത്മാർത്ഥതയും ഇല്ല എന്ന ബോധ്യമാണ് ഞങ്ങൾക്ക് മാത്രമല്ല കേരളത്തിലെ പൊതുജന സാമാന്യത്തിനുള്ളത്. കാരണം സിനിമാ മേഖലയിൽ നടിയെ ആക്രമിച്ച സംഭവം ഇന്ത്യ രാജ്യത്ത് ഒരിടത്തും ഉണ്ടാകുമ്പോൾ കേരളത്തിൽ ഉണ്ടായി. പട്ടാപ്പകൽ എന്ന പോലെയുള്ള എറണാകുളം MG റോഡിൽ അത്തരം ഒരു അങ്ങേയറ്റം ക്രൂരമായ പീഡനം നടന്നു. അതിനെ തുടർന്ന് കേരളത്തിന്റെ പൊതുസമൂഹം ഒറ്റക്കെട്ടായി നമ്മൾ അതിനെതിരെ പ്രതികരിച്ചു. ശക്തമായ പോരാട്ടങ്ങൾക്കൊടുവിലാണ് പ്രതികളെ പിടിക്കുന്ന നിലയിലേക്ക് പോലീസ് എത്തിയത്. അത് പൾസർ സുനി എന്ന് പറയുന്ന പ്രതിയെ പിടിച്ചു കഴിഞ്ഞുണ്ടെങ്കിൽ സുനിയിൽ അവസാനിപ്പിക്കുന്നതാണ് ഈ കേസെന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പ് ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു. അതിനുമെതിരെ പ്രക്ഷോഭം നടത്തി ഏറ്റവും ഒടുവിൽ WCC അടക്കമുള്ള സംഘടനകൾ
പ്രതിപക്ഷം, മാധ്യമങ്ങൾ എല്ലാവരുടെയും സമ്മർദ്ദത്തിനൊടുവിലാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നത്. ആ റിപ്പോർട്ട് വന്നതിന് ശേഷം ആ റിപ്പോർട്ടിന്മേൽ ഇത്രയും ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ, ആരോപണങ്ങൾ, ഒരുപാട് പെൺകുഞ്ഞുങ്ങളുടെ കണ്ണുനീർ അതിലടങ്ങിയിട്ടുണ്ടായിട്ട് പോലും അതിനെതിരെ നടപടിയെടുക്കാൻ നിയമപരമായ ബാധ്യതയുള്ള സർക്കാർ അത് ചെയ്തില്ല. അതിനുശേഷം ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ MLA-ക്കെതിരെ ഏത് ആരോപണം വന്നാലും അതിന്റെ ഒരറ്റത്ത് MLA കാണുമെന്ന നിലയിലാണ് പോകുന്നത് എന്നാണ് പൊതുവെ നാട്ടിലെല്ലാവരും ഇപ്പൊ പറയുന്നത്. അത് നിലനിൽക്കെ തന്നെയാണ് ഈ എല്ലാവിധ പ്രശ്നങ്ങൾക്ക് ശേഷം ചലച്ചിത്ര നയരൂപീകരണ സമിതി കോൺക്ലേവ് നടത്താൻ വേട്ടക്കാരെയും എല്ലാവരെയൊക്കെ വെച്ച് അവരെയൊക്കെ മുഖാവരണമൊക്കെ ഇടിയിച്ച് കോൺക്ലേവ് നടത്താൻ കേരളത്തിലെ ഗവൺമെന്റ് തീരുമാനിച്ചപ്പോൾ അതിലൊരു അംഗമായി കൂടി ഈ MLA വെച്ചേക്കുക. അതിൽ അദ്ദേഹത്തിന് അംഗമാക്കിയതിനെതിരെ ശക്തമായ പ്രതിഷേധ സമൂഹത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നും ഉയർന്നു വന്നിട്ട് ഈ നിമിഷം വരെ അദ്ദേഹത്തെ പുറത്താക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല. സർക്കാർ എന്ത് സന്ദേശമാണ് നൽകുന്നത്? അതോടൊപ്പം താങ്കൾ സൂചിപ്പിച്ചു, കഴിവ് തെളിയിച്ച ഉദ്യോഗസ്ഥരടക്കമുള്ള വനിതാ ഉദ്യോഗസ്ഥരടക്കമുള്ളവരെ വെച്ചുകൊണ്ട് ഒരു ടീം രൂപീകരിച്ചു. അത് തൃപ്തരാണോ? അതെങ്ങനെ തൃപ്തി വരും? ഒന്നാമതായി കഴിവ് തെളിയിച്ച വനിതകൾ അടക്കമുള്ളവരുണ്ട്. അപ്പൊ അവരുടെ മേൽനോട്ടത്തിന് പിന്നെയും അതിപ്പം ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ പുരുഷനെന്നോ സ്ത്രീയെന്നോ വേർതിരിച്ച് കാണേണ്ട കാര്യമില്ല. എങ്കിൽ പോലും അതൊരു സന്ദേഹം ഉയർത്തുന്ന ഒരു ചോദ്യമാണ്. രണ്ടാമത് അതിൽ അംഗമായിട്ടുള്ള മെറിൻ ജോസഫ്, ഞാൻ കൊല്ലത്താണ് താമസിക്കുന്നത്, ആ മെറിൻ ജോസഫ് കൊല്ലം കമ്മീഷണറായിരുന്നു. അവർ കമ്മീഷണറായിരുന്നപ്പോഴാണ് കിളികല്ലൂരിൽ പട്ടാളക്കാരന്റെ സഹോദരനെയും അതിക്രൂരമായി ആക്രമിച്ച് പോലീസ് സ്റ്റേഷനിലെ CCTV-യിലൂടെ പുറത്താ ദൃശ്യങ്ങൾ നാം കേരളീയർ ലോകമെമ്പാടുമുള്ള മലയാളികൾ കണ്ടതാണ്. നമ്മുടെയൊക്കെ കണ്ണുകൊണ്ട് കണ്ട കാര്യം അങ്ങനല്ല എന്ന് പറഞ്ഞ് സർക്കാർ പറഞ്ഞത് എഴുതി കൊടുത്ത് അതിലടിയിൽ ഒപ്പുവെച്ച ആളാണ് മെറിൻ ജോസഫ് IPS. അവര് നിഷ്പക്ഷമായി പെരുമാറുമെന്ന് ചിന്തിക്കാൻ എന്നെപ്പോലുള്ളവർക്ക് കഴിയുന്നില്ല. കൺമുന്നിൽ കണ്ട സത്യത്തെ പോലും സർക്കാരിന്റെ ഇഷ്ടത്തിനനുസരിച്ച് എഴുതി കൊടുത്ത സർക്കാർ വിലാസം സംഘടനയായി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു IPS ഓഫീസർ. മറ്റുള്ളവരെ എല്ലാം കാര്യമൊന്നും എനിക്കറിയില്ല. ഇവരുടെ കാര്യം എനിക്ക് നേരിട്ട് ബോധ്യമുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും അനുജ ഓർക്കുന്നുണ്ടാവും. ആ കേസ് എല്ലാ മാധ്യമങ്ങളും അന്ന് റിപ്പോർട്ട് ചെയ്തതാണ്. അത്തരം സംശയങ്ങളൊക്കെ ഉണ്ട്. സംശയത്തിന് അതീതമായി ആത്മാർത്ഥമായി ഈ ഉയർന്നു വന്ന ആരോപണങ്ങൾക്ക് ശക്തമായ നടപടിയെടുക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനമെങ്കിൽ സ്വതന്ത്രമായി പോലീസ് ടീമിന് ദുസ്വാധീനങ്ങൾ ഏതുമില്ലാതെ പോവുകയും മൊഴി പറഞ്ഞവരടക്കമുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും അതുപോലെ തന്നെ ഇപ്പോൾ ആരോപണങ്ങൾ ഉന്നയിച്ച് ദുരനുഭവങ്ങൾ വിവരിച്ചുകൊണ്ട് കണ്ണീരോടെ മുന്നോട്ട് വന്നിട്ടുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ കാര്യത്തിൽ ഇപ്പോഴുള്ള പ്രതികരണം താങ്കൾ ശ്രദ്ധിച്ചില്ലേ ശ്രീമതി ബിന്ദു കൃഷ്ണ? അതിപ്പോൾ കോടതിയുടെ പരിഗണനയിലാണ്. കോടതി പറയട്ടെ എന്നുള്ളതാണല്ലോ. സെപ്റ്റംബർ 10 ആണ് ഇനിയിപ്പോൾ കോടതി അത് പരിഗണിക്കാൻ പോകുന്നത്. അപ്പോൾ കോടതിയുടെ ഉത്തരവ് വരാൻ പോകുന്നത്. അപ്പോൾ അതുവരെ കാത്തിരിക്കാൻ ആ ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ പോയിട്ടുണ്ട്. ഇതിനോടകം തന്നെ വരുന്ന പ്രതികരണങ്ങൾ അങ്ങനെയാണല്ലോ. കോടതിയുടെ പരിഗണനയിലുള്ള കാര്യം സംസ്ഥാന ഗവൺമെന്റ് പരിഗണന 4.5 വർഷക്കാലം പൂഴ്ത്തി വെച്ചിട്ട് ആ കോടതിയുടെ പരിഗണന എന്നൊക്കെ പറയുന്നത്. ഇക്കണ്ട സംഭവ വികാസങ്ങൾ എല്ലാം ഉണ്ടായിട്ട് ഞാൻ ചോദിക്കട്ടെ, രാജ്യത്ത് നിലവിലുള്ള നിയമം, അത് പഴയ IPC ആയാലും ഇപ്പൊ നിലവിലുള്ള ഭാരതീയ ന്യായ സംഹിതയായാലും ഇതുപോലുള്ള കുറ്റകൃത്യങ്ങൾ കമ്മീഷൻ ഓഫ് ഓഫൻസ്, കോഗ്നിസബിൾ ഓഫൻസ് നടന്നു എന്ന് അറിവ് കിട്ടിയാൽ അപ്പോൾ തന്നെ FIR ഇട്ട് അന്വേഷണം നടത്തണമെന്നാണ് നിയമവും അതുപോലെ സുപ്രീം കോടതിയുടെ നിരവധി കേസിലെ നിരീക്ഷണങ്ങളും ചട്ടങ്ങളും ഒക്കെ അനുശാസിക്കുന്നത്. നിയമത്തെ കാറ്റിൽ പറത്തിയിട്ട് കോടതിയുടെ മേൽ ചാരി അല്ലെങ്കിൽ കോടതിയുടെ മേൽ ചാരി വെച്ചിട്ട് രക്ഷപ്പെടാനാണ് കേരളത്തിൽ ഗവൺമെന്റ് ശ്രമിക്കുന്നത്. അവർക്ക് യാതൊരു ആത്മാർത്ഥയും ഈ കാര്യത്തിലില്ല. താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കോടതിയിൽ സർക്കാർ വക്കീല് എന്താണ് പറയുന്നതെന്ന് എത്രത്തോളം ഈ കേസൊക്കെ ഡൈല്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുമെന്ന ആശങ്ക ഞങ്ങളെ പോലെ ഉള്ളവർക്കുണ്ട്. മുകേഷിനെ പോലെയുള്ളവരെ സംരക്ഷിക്കുക എന്നുള്ളത് പ്രഖ്യാപിത നയമായിട്ടാണ് ശ്രീ പിണറായി വിജയൻ കൊണ്ടു നടക്കുന്നത്. അതുകൊണ്ടാണല്ലോ പല കാര്യങ്ങളിലും അതുണ്ട്. അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തിലായാലും പല കാര്യങ്ങളിലും ആ പാർട്ടിയിൽ നിന്ന് തന്നെ അത്തരം കാര്യങ്ങൾ വരുന്നുണ്ട്. അത് പോട്ടെ, അത് അവരുടെ ആഭ്യന്തര കാര്യം. പക്ഷേ ഈ സിനിമാ മേഖലയിൽ ഇന്ന് ആ കുട്ടി നടത്തിയ വെളിപ്പെടുത്തലിൽ എത്രയൊക്കെ നിന്ദ്യവും നീചവുമായാണ് ഒരു ജനപ്രതിനിധി കൂടിയായ ഒരു സീനിയർ സിനിമാ നടൻ സ്ത്രീകളെ നോക്കി കാണുന്നത്. സ്ത്രീകളെല്ലാം ഇത്തരക്കാരാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മളിതിനെ കൂടുതൽ പറയുന്നത് അദ്ദേഹത്തിന്റെ കൂടെ ജീവിച്ച സഹോദരിമാര് തന്നെ അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യ അടക്കം വന്ന് അദ്ദേഹത്തിന്റെ ക്രൂരതകൾ പൊതുസമൂഹത്തോട് പറഞ്ഞതല്ലേ. അല്ല, ഇതിലിപ്പോൾ ശ്രീമതി ബിന്ദു കൃഷ്ണ കഴിഞ്ഞ ദിവസം, ഇന്നിപ്പോ അദ്ദേഹത്തിന്റെ പ്രതികരണമൊന്നുമില്ല, ഇന്നലെയും അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്. അതായത് ടെസ് ജോസഫ് എന്ന കാസ്റ്റിംഗ് ഡയറക്ടറുടെ ആരോപണം അത് മുൻപ് വന്നിട്ടുള്ളതാണ്. ഇന്നലെ വീണ്ടും അവരുടെ ഒരു പ്രതികരണം വരുമ്പോൾ ഇൻസ്റ്റഗ്രാമിലുള്ള ഒരു പ്രതികരണമായിരുന്നു. അത് വരുമ്പോൾ
ഇദ്ദേഹത്തിന്റെ പ്രതികരണം ഇതൊക്കെ ബാലിശമായിട്ടുള്ള ആരോപണമാണ് എന്ന് അദ്ദേഹം പ്രതികരിക്കുന്നു. തനിക്ക് ഇങ്ങനെയൊന്നും ഉള്ള കാര്യങ്ങൾ ഓർമ്മയില്ല എന്ന് പറയുന്നു. മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇതൊരു രാഷ്ട്രീയ ഗൂഢാലോചനയാണ് എന്നുള്ളതാണ്. CPIM MLA ആയതുകൊണ്ടുള്ള ആക്രമണമാണ്, താനിതൊന്നും അല്ലായിരുന്നെങ്കിൽ ഇതൊന്നും ഉണ്ടാകില്ല എന്ന് പറയുന്നു. ഈ രാഷ്ട്രീയ ഗൂഢാലോചന എന്ന് പറയുമ്പോൾ ആരുടെ ഗൂഢാലോചന എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് മറുപടി എന്തായാലും ഭരണപക്ഷമല്ല എന്നുള്ളതാണ്. അപ്പോൾ എത്ര എളുപ്പത്തിലാണ് അദ്ദേഹം കാര്യങ്ങളെ കാണുന്നത്? CPM MLA എന്ന ആവരണം ഇട്ടാൽ എല്ലാ കുറ്റകൃത്യങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള പ്രിവിലേജായി ശ്രീ മുകേഷ് അതിനെ കാണുകയാണ്. അദ്ദേഹത്തോട് ഞാൻ ഇന്നലെ തന്നെ തിരിച്ചു ചോദിച്ചു, CPM MLA ആയതുകൊണ്ട് വേട്ടയാടുന്നു. ലോക ചരിത്രത്തിൽ ആദ്യമായി ഒരു CPM MLA മുകേഷായി അവതരിച്ചതൊന്നുമല്ലല്ലോ. CPM-ന് ഇവിടെ MLA ഉണ്ടായിട്ടുള്ളൂ. ആ MLA-മാർ കുറ്റകൃത്യങ്ങളും കുറ്റാരോപണ വിധേയരായവരും ഒക്കെ ഉണ്ട്. ആ ചുരുക്കം ആളുകളെ മാറ്റി നിർത്തിയാൽ എത്രയോ MLA-മാർ CPM-ൽ പ്രവർത്തിക്കുന്നു. അവർക്കാർക്കും ഈ പ്രശ്നമില്ലതോ? ശ്രീ മുകേഷിന്റെ കയ്യിലിരിപ്പ് കുഴപ്പമായതുകൊണ്ട് തന്നെയാണ് കാലം വൈകിയെങ്കിലും കാലം കുറച്ച് കഴിഞ്ഞുവെങ്കിലും ആ സത്യങ്ങളെ അധികകാലം മൂടി വയ്ക്കാൻ കഴിയാത്തത് കൊണ്ട് ഇപ്പോൾ സത്യങ്ങൾ ഓരോന്നായി പുറത്തു വരുന്നു. ഇനിയും ഒരുപാട് വരാനുണ്ടെന്ന് സിനിമാ സുഹൃത്തുക്കളോ അല്ലാതുള്ളവരും ഒക്കെ പറയുന്നു. ഇനി അവരെയൊക്കെ ഒതുക്കുമോ എനിക്കറിയില്ല. ആണധീശത്വവും പണവും അഹങ്കാരവും എല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് ഇന്നലെ ടെസ് തോമസ് ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ പറഞ്ഞതുപോലെ അധികാരമുള്ളിടത്ത് മാത്രമായി ഇത്തരം കാര്യങ്ങൾ അവർക്ക് എന്തും ചെയ്യാം എന്നുള്ള കീഴ്വഴക്കമായി ഇവർ വെച്ച് നടത്തിയ പതിറ്റാണ്ടുകളായി എയർ ടൈറ്റ് ആയിട്ട് സിനിമാ മേഖലയിൽ എന്തും കാണിച്ചു കൂട്ടാം, ആരും അവിടെ ചോദ്യം ചെയ്യില്ല എന്നും അവരെയൊക്കെ സംരക്ഷിക്കുവാൻ പിണറായി ഭരണകൂടം പോലെയുള്ള ഭരണകൂടമുണ്ട് എന്ന നിലയിലടക്കം അവർ മുന്നോട്ട് പോകുന്നത് അങ്ങേയറ്റം ദോഷകരമാണ്, നമ്മുടെ സമൂഹത്തിന് ആപത്താണ്. ജനപ്രതിനിധിയായ ഒരാൾ ഈ മറിച്ച് ആരോപണം ഉന്നയിച്ച എല്ലാ നടന്മാർക്കെതിരെയും കൃത്യമായ അന്വേഷണം വേണം. ആ അന്വേഷണത്തിൽ നിന്നും അല്ലെങ്കിൽ അവർ ചെയ്ത കുറ്റകൃത്യത്തെ കുറച്ച് MLA-യിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് ബാക്കിയുള്ളവരെല്ലാം രക്ഷപ്പെട്ടു പോട്ടെ എന്നുള്ളതല്ല പറയുന്നത്. ആരായാലും സ്ത്രീകളെ വെറും കേവലമായ ഒരു വസ്തുവായി കണ്ടുകൊണ്ട് മുന്നോട്ട് പോയിട്ടുള്ള, അവരോട് അങ്ങനെ പെരുമാറിയിട്ടുള്ള, അവരെ ചൂഷണം ചെയ്തിട്ടുള്ള ഏത് വിഗ്രഹങ്ങളായാലും സിനിമാ താരങ്ങളായാലും അതിനപ്പുറത്തേക്ക് ആരായാലും ഏത് അധികാര കേന്ദ്രങ്ങളായാലും രാജ്യത്ത് നിലവിലുള്ള നിയമം അനുസരിച്ച് അവരെ വിചാരണ ചെയ്ത് മാതൃകാപരമായി ശിക്ഷിക്കണം. ഇവരിപ്പോൾ കുറേ പേര് വന്നിട്ട് പറയാ ഇത് സിനിമയിൽ മാത്രമല്ലല്ലോ, എല്ലാ മേഖലയിലും ഉള്ളതാണല്ലോ. എല്ലാ മേഖലയിലും ഉണ്ട് എന്ന് പറഞ്ഞാൽ സിനിമയിൽ സീരീസ് ഓഫ് ഒഫൻസിനെ കുറിച്ചുള്ള പുറത്ത് എന്താ പറയുക ആളുകൾ പുറത്ത് ഓരോന്ന് പറയുമ്പോൾ മറ്റു മേഖലയിൽ ഉണ്ടല്ലെന്ന് പറഞ്ഞ് അതിനെ ലളിതവൽക്കരിക്കാനല്ല ശ്രമിക്കേണ്ടത്. ശ്രമിക്കുന്നവരോട് പറയുന്നു, ഏത് മേഖലയിലായാലും തൻ്റെ ഇടത്തോടെ തുറന്നു പറഞ്ഞുകൊണ്ട് നിയമത്തിൻ്റെ പരിരക്ഷയോ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെയോ കുടുംബത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റു സുഹൃത്തുക്കളുടെയോ ഒക്കെ പരിരക്ഷയോടുകൂടി കുറ്റവാളികൾക്കെതിരെ നീങ്ങാൻ പലർക്കും കഴിയുന്നുവെങ്കിലും സിനിമാ മേഖലയിൽ പലർക്കും അതിനാകുന്നില്ല. ഇവിടെ ഈ അനുഭവ സാക്ഷ്യങ്ങൾ 2-3 ദിവസം 4 ദിവസമായി നമ്മൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ WCCയുടെ അടക്കം അംഗങ്ങൾ ഹേമ കമ്മിറ്റിക്ക് മൊഴി നൽകിയപ്പോൾ അവിടെ കണ്ട ഏറ്റവും വലിയ സവിശേഷത, ഇതിൽ ഏതാണ്ട് എല്ലാ കേസിലും കണ്ട ഒരു സവിശേഷത എന്ന് പറയുന്നത് സ്ത്രീകളുടെ ഒരു സങ്കടമാണ്. അവരങ്ങ് നിശബ്ദരാക്കപ്പെടുകയാണ്. അവരുടെ എത്ര പ്രതിഭയുള്ള കലാകാരിയാണ് എങ്കിലും ഇത്തരം അധികാര കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ശ്രമിച്ചാൽ അത് പുറത്ത് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ലാഞ്ചനയെങ്കിലും പറഞ്ഞു പോയാൽ പിന്നീട് അവർക്ക് അവസരങ്ങളില്ല. ഈ അനുഭവങ്ങൾ പറയുമ്പോൾ ഇത്തരം ടെസ് അടക്കമുള്ള ഓരോ വനിതകൾക്കെതിരെയും ഇത്തരം ആക്രമണ ശ്രമങ്ങൾ ഉണ്ടായപ്പോൾ അവരെ സെറ്റിൽ നിന്നങ്ങ് പറഞ്ഞു വിട്ട്, ആ തൊഴിലിൽ നിന്ന് അവരെ പറഞ്ഞു വിട്ടാണ് അതങ്ങ് സെറ്റിൽ ചെയ്യുന്നത്. മറിച്ച് കുറ്റം ചെയ്യുന്നവർ അവിടെ. അതിപ്പോ ഇന്നലെ ദിവ്യ ഗോപിനാഥൻ പറഞ്ഞിട്ടുണ്ടല്ലോ ബിന്ദു കൃഷ്ണ, താൻ ഇതിനു മുൻപ് ഒരു പരാതി ഉന്നയിക്കുന്നു, ആ പരാതി നൽകുകയും ചെയ്തു. ഒരു നടപടിയും ഉണ്ടായിട്ടില്ല, ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല. ഒടുവിൽ ആരാണ് ഈ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്? അലൻസീർ എന്ന നടൻ. അദ്ദേഹം പിന്നീട് പല സിനിമകളിലും അഭിനയിക്കുന്നു, അദ്ദേഹത്തിന് പുരസ്കാരം കൊടുക്കുന്നു. ആ പുരസ്കാരം മേടിക്കുന്ന വേദിയിൽ നിന്നുകൊണ്ട് അദ്ദേഹം എന്താണ് പറഞ്ഞതെന്നുള്ളത് നമ്മൾ അന്ന് ചർച്ച ചെയ്തതാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ അരങ്ങ് കീഴടക്കി വാഴുകയാണ്. പകരം ദിവ്യ ഗോപിനാഥിന് സംഭവിച്ചത് എന്താണ്? അതെ, ഓരോ പെൺകുട്ടികളും ഇങ്ങനെ ഈ പുരുഷന്മാരാൽ ആക്രമിക്കപ്പെടുന്ന അല്ലെങ്കിൽ ആക്രമണ ശ്രമത്തിന് ഇരയാകുന്ന പെൺകുട്ടികൾ, നമുക്കറിയാം ഒരു മെന്റൽ ട്രോമ, അവർ അഭിമുഖീകരിക്കുന്ന അങ്ങേയറ്റം ഭീകരമായ ഒരു മാനസികാവസ്ഥയുണ്ട്. ഇത്തരം ദുരനുഭവങ്ങളെ നേരിടേണ്ടി വരുമ്പോൾ നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. ആ മാനസികാവസ്ഥയിലുള്ള പെൺകുട്ടികൾക്ക് ഒരു സഹായം കൊടുക്കേണ്ടതിന് പകരം AMMA അടക്കമുള്ള അമ്മ എന്ന് പറയുന്ന സംഘടന, അമ്മ എന്നുള്ള പേര് ഈ സംഘടനയ്ക്ക് ഉപയോഗിക്കരുതേ എന്ന് നടിയെ ആക്രമിച്ച കേസ് ഉണ്ടായ കാലഘട്ടം മുതൽ നമ്മൾ വളരെ വിനയത്തോടുകൂടി പറയുന്നതാണ്. അത്രയും ഉദാത്തമായ ഒരു പദത്തെ കൊണ്ടുവന്ന് ഈ സ്ത്രീ പീഡകന്മാരുടെ അരങ്ങു വാഴുന്ന ഇടത്തിലെ എല്ലാവരും അതാണെന്നല്ല പറയുന്നത്, അങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്യേണ്ട. പക്ഷെ ഭൂരിപക്ഷം പേരിലേക്കും ഇത്തരം ആരോപണങ്ങൾ പരസ്യമായും രഹസ്യമായും
വരുന്ന സാഹചര്യത്തിൽ AMMA എന്ന് പറഞ്ഞാൽ മതി, അമ്മ എന്ന് പറയരുതെന്ന് നമ്മൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞതാണ്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ പെൺകുട്ടികൾ മാത്രം, ഇരയെ സംരക്ഷിക്കാനുള്ള നിയമവും സാമൂഹ്യ ബോധവും പൊതുബോധവും ഉള്ള ഒരു നാട്ടിൽ ഇരയാകുന്ന ആളുകൾ നിഷ്കാസിതരാക്കപ്പെടുന്നു. അവർക്ക് ആ ഫീൽഡിൽ പിന്നെ നിൽക്കാൻ പറ്റില്ല. എത്ര പ്രതിഭയുള്ളവരായാലും നിൽക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഇവരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. ഇന്ന് വന്ന മൊഴികളിൽ അതല്ലേ പറയുന്നത്, അഡ്ജസ്റ്റ് ചെയ്താൽ നിലനിൽക്കാം. അവർ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും പറയുന്നത് അഡ്ജസ്റ്റ് ആൻഡ് കോംപ്രമൈസ്, ഈ രണ്ട് വാക്കുകളാണ് ഈ മേഖലയിൽ ഏറ്റവും കൂടുതൽ മുഴങ്ങി കേൾക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. ശ്രീമതി ബിന്ദു കൃഷ്ണ, ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു വിവരം, അതിൽ ഇപ്പോൾ ഒരു പുതിയ അപ്ഡേറ്റ് വരുന്നുണ്ട്. ഇതിലേക്ക് സിനിമാ മേഖലയിലെ ലൈംഗിക ചൂഷണ ആരോപണങ്ങളിൽ അന്വേഷണം നടത്തുക വനിതാ ഉദ്യോഗസ്ഥർ മാത്രമായിരിക്കും. മൊഴിയെടുക്കുന്നതും പരാതിക്കാരുമായി ബന്ധപ്പെടുന്നതും വനിതാ ഉദ്യോഗസ്ഥരായിരിക്കും. പുരുഷ ഉദ്യോഗസ്ഥർ നേതൃത്വം കൊടുക്കുന്നുവെന്ന വിമർശനം വന്നതിന് പിന്നാലെയാണ് സർക്കാരിന്റെ തീരുമാനം. സലിം മാലിക് വിശദാംശങ്ങളുമായി. സലിം, 7 അംഗ സംഘമാണതിൽ 4 വനിതാ ഉദ്യോഗസ്ഥരുണ്ട്. പക്ഷേ ഇതിന് മേൽനോട്ടം വഹിക്കുന്നത് പുരുഷ ഉദ്യോഗസ്ഥരാണ് എന്ന് ഇന്നലെ തന്നെ റിപ്പോർട്ട് വന്നതാണ്. അപ്പോൾ അതിൽ വിമർശനമുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിലാണോ ഇങ്ങനൊരു തീരുമാനം? കൃത്യമായി അത് വനിതാ ഉദ്യോഗസ്ഥർ എന്തൊക്കെ ചെയ്യും എന്നുള്ളത്? അനുജ, തീർച്ചയായും ഈ 7 അംഗ സംഘത്തെ നിയോഗിച്ചുകൊണ്ട് സർക്കാർ ഈ അന്വേഷണം പ്രഖ്യാപിച്ചതോടുകൂടി തന്നെ അന്വേഷണം വേണം, ഈ വിഷയത്തിൽ അന്വേഷണം വേണമെന്ന ആവശ്യം സർക്കാർ പരിഗണിച്ചിരുന്നു. അപ്പോഴും പ്രതിപക്ഷം പിന്നീട് ഉയർത്തിയ വലിയൊരു ആരോപണം, അത് ആദ്യം മുതൽ തന്നെ പ്രതിപക്ഷം ആവശ്യപ്പെടുന്നതായിരുന്നു, ഒരു വനിതാ IPS ഉദ്യോഗസ്ഥയുടെ നേതൃത്വത്തിലായിരിക്കണം ഈ അന്വേഷണം എന്നുള്ളതാണ്. പക്ഷേ ആ അന്വേഷണത്തിന്റെ തലപ്പത്ത് IG G സ്പർജൻ കുമാറിനെ ആയിരുന്നു നിയമിച്ചിരുന്നത്. അത് വലിയ വിമർശനത്തിന് കാരണമായി. കാരണം പ്രത്യേകിച്ചും ഈ ഇരയാക്കപ്പെട്ടവരോ അതല്ലെങ്കിൽ ചൂഷണം ചെയ്യപ്പെട്ടവരോ ആയ നടിമാരും മറ്റ് ചലച്ചിത്ര പ്രവർത്തകരും അവർക്ക് ഏത് നിലയിലാണ് ഒരു പുരുഷൻ നേതൃത്വം നൽകുന്ന അന്വേഷണ കമ്മീഷന് മുൻപിൽ അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ മൊഴി നൽകാൻ കഴിയുക എന്നുള്ളൊരു ചോദ്യമായിരുന്നു ഉയർന്നിരുന്നത്. അതിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് മുഴുവൻ അന്വേഷണത്തിന്റെയും മേൽനോട്ടവും മറ്റ് ചുമതലകളും എല്ലാം സ്ത്രീകൾ മാത്രമായിരിക്കും, വനിതാ ഉദ്യോഗസ്ഥർ മാത്രമായിരിക്കും എന്നുള്ള നിലയിലേക്ക് ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഇന്നലെ തന്നെ മൊഴിയെടുക്കുന്നതും മറ്റ് ഈ വനിതകളോട് ചൂഷണത്തിന് ഇരയായവരോട് സംസാരിക്കുന്നതും വനിതാ ഉദ്യോഗസ്ഥർ തന്നെയാകും എന്നൊരു അറിയിപ്പ് ലഭിച്ചിരുന്നു. പക്ഷേ ആ മേൽനോട്ടം ഉൾപ്പെടെയുള്ള മറ്റു കാര്യങ്ങളിലും അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കടമകളെല്ലാം നിർവഹിക്കുക വനിതാ ഉദ്യോഗസ്ഥരായിരിക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ തീരുമാനം. ആ വലിയ വിമർശനം വന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ആ നിലയിലേക്ക് സർക്കാർ ഒരു മാറ്റം വരുത്തുന്നത്. ഇന്ന് വൈകുന്നേരത്തോടുകൂടി തന്നെ ഔദ്യോഗികമായ ആ വിഷയം അറിയിപ്പായി തന്നെ വരും. അങ്ങനെ വരുന്നതോടുകൂടി ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ അന്വേഷണ സംഘത്തിലെ അംഗങ്ങളായി മേൽനോട്ടം എന്നൊക്കെ പറയുന്നത് IG സ്പർജൻ കുമാറിന് തന്നെ ആയിരിക്കില്ലേ? അതുപോലെ തന്നെ മറ്റ് ചുമതലകളൊക്കെ ഇവർ നിർവഹിക്കില്ലേ? ഇവർ തുടരില്ലേ ഈ സംഘത്തിൽ? തീർച്ചയായും ആ 7 അംഗ സംഘത്തെ അങ്ങനെ തന്നെ തുടരാനാണ് തീരുമാനം. പക്ഷേ ഇവരുടെ ഈ പുരുഷ ഉദ്യോഗസ്ഥരുടെ ചുമതല അന്വേഷണത്തിൽ ഇവരെ സഹായിക്കുക, മറ്റു കാര്യങ്ങൾ സഹായിക്കുക, ക്രോഡീകരിക്കുക എന്നത് മാത്രമാണ് എന്നാണ് ഇപ്പോൾ അറിയിക്കുന്നത്. ഈ മൊഴിയെടുപ്പ്, തെളിവ് ശേഖരണം, മറ്റ് ഇടപെടലുകൾ ഈ പരാതിക്കാരുടേതിന് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ആരോപണ വിധേയരുടെ മൊഴിയെടുക്കാനും വനിതാ ഉദ്യോഗസ്ഥർ തന്നെയാകും നേതൃത്വം നൽകുക എന്നാണ് മനസ്സിലാക്കുന്നത്. ആ നിലയിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട പൂർണ്ണമായ കാര്യങ്ങൾ, തെളിവ് ശേഖരണം, അതിന്റെ പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം വനിതാ ഉദ്യോഗസ്ഥർ നടത്തുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. പുരുഷ ഉദ്യോഗസ്ഥർ, അപ്പോൾ എന്തിനാ സംഘത്തിൽ പുരുഷ ഉദ്യോഗസ്ഥർ എന്നൊരു ചോദ്യമുണ്ട്. അതിനുള്ളതുൾപ്പെടെയുള്ള മറുപടികൾ വ്യക്തമായി തന്നെ ആഭ്യന്തര വകുപ്പിൽ നിന്ന് തന്നെ ഇന്ന് വൈകുന്നേരത്തോടുകൂടി വരുമെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ വിമർശനം എന്തായാലും ഫലം കണ്ടിട്ടുണ്ട്. ഇന്ന് രാവിലെ മുതൽ തന്നെ പ്രതിപക്ഷം ഉൾപ്പെടെ ഉയർത്തിയ വിമർശനം അത് ഫലം കണ്ടിരിക്കുന്നു. അതിന് ഒരു 4 ഉദ്യോഗസ്ഥർ, ഈ സംഘത്തിലുള്ള 4 ഉദ്യോഗസ്ഥർക്ക് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലകളെല്ലാം നൽകിയിരിക്കുന്നു. അപ്പോഴും ഈ മേൽനോട്ടം, ഈ സംഘത്തിന്റെ ഉത്തരവാദിത്വമൊക്കെ ഈ IG സ്പർജൻ കുമാറിനാണ് എന്നുള്ളത് അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അതിലെന്തെങ്കിലും മാറ്റം വരുമോ എന്നുകൂടി ഇനി കാണേണ്ടതുണ്ട്. അതാണ് ഇപ്പോൾ ഒരു തീരുമാനം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഞാൻ ബിന്ദു കൃഷ്ണയിലേക്ക് ഇതിലൊരു എന്താണ് പ്രതികരണം എന്നതുകൂടി അറിഞ്ഞിട്ട് ഞാൻ അഡ്വക്കേറ്റ് BN ഹസ്കറിലേക്ക് പോകാം. ബിന്ദു കൃഷ്ണ, ഇപ്പോൾ എന്താണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോവുകയാണ്? അതായത് മൊഴിയെടുക്കുക, അത്തരം കാര്യങ്ങൾ പരാതിക്കാരോട് മായി സംസാരിക്കുക, ഇതെല്ലാം പൂർണ്ണമായി ചെയ്യുന്നത് വനിതാ ഉദ്യോഗസ്ഥരായിരിക്കും എന്നൊരു തീരുമാനത്തിലേക്ക് സർക്കാർ പോകുമ്പോൾ സ്വാഗതം ചെയ്യുന്നുണ്ടോ? നിങ്ങൾ എന്തെങ്കിലും ഒരു മാറ്റം എന്ന തരത്തിലേക്ക് നിങ്ങൾ ഇതിനെ കാണുന്നുണ്ടോ? എന്ത് മാറ്റം ഇത്? മൊഴിയെടുക്കുന്നതും റിപ്പോർട്ട് തയ്യാറാക്കുന്നതും വനിതാ ഉദ്യോഗസ്ഥർ, അന്വേഷണത്തിന്റെ മേൽനോട്ടം വഹിക്കുന്നത് പുരുഷ ഉദ്യോഗസ്ഥന്മാർ. അവർ തീരുമാനിക്കും. എന്തേ സ്ത്രീകൾക്ക് കഴിവില്ലേ? അവരെ പോലെ IPS വാങ്ങിച്ചവരല്ലേ ഇവരൊക്കെ? IPS ഓഫീസർ, അതിൽ ആരോപണ വിധേയ അല്ലെങ്കിൽ നമുക്ക് മുൻ അനുഭവമുള്ള മെറിൻ ജോസഫിനെ മാറ്റി നിർത്തിയാൽ മറ്റ് ഉദ്യോഗസ്ഥരെ കുറിച്ച് നമ്മളാരും അങ്ങനെ പരാതികളൊന്നും കേട്ടിട്ടില്ല. അവരുടെ കഴിവിനെ കുറിച്ച് കാണുന്നതുമില്ല. ഈ സർക്കാരിന് സ്ത്രീ സുരക്ഷയിൽ യാതൊരു ആത്മാർത്ഥതയുമില്ല. സ്ത്രീകളുടെ കഴിവിൽ വിശ്വാസമില്ല. സ്ത്രീകളുടെ ബുദ്ധിമുട്ടുകളിൽ അവരോടൊപ്പമല്ല. നാഴേക്ക് 40 വട്ടം സർക്കാർ ഇരകളോടൊപ്പം, സ്ത്രീകളോടൊപ്പം. പക്ഷെ ഓട്ടത്തിൽ നമ്മൾ കാണുന്ന എല്ലാം വേട്ടക്കാരോടൊപ്പം നിന്ന് സെൽഫി എടുക്കുന്ന മട്ടിലാണ്. ആ മട്ടിലാണ് കേരളത്തിൽ
കേരള സംസ്ഥാന സർക്കാർ പോകുന്നത്. ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ കഴിയുന്നില്ല. വനിതാ IPS ഉദ്യോഗസ്ഥകൾക്ക് പൂർണ്ണ ചുമതല നൽകിക്കൊണ്ട് അവർക്ക് സ്വതന്ത്രമായ അന്വേഷണം നടത്തുവാനല്ല. സർക്കാരിൻ്റെ എനിക്കൊന്ന് റിമോട്ട് കൺട്രോളർ കയ്യിലിരിക്കാനായിരിക്കാം പുരുഷ ഉദ്യോഗസ്ഥർ സ്പർജൻ കുമാർ ആയാലും വെങ്കടേഷ് ആയാലും അങ്ങനെയൊക്കെയുള്ള ആളുകളെ പ്രത്യേകമായൊരു നിരീക്ഷണം. ഇപ്പോൾ സ്ത്രീകൾ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും അവരെ നിരീക്ഷിച്ചും അവരെ നിർദ്ദേശിച്ചും ഒന്നും ചെയ്യിക്കേണ്ട കാര്യമില്ല. അവർക്കും അറിയാം കാര്യങ്ങളൊക്കെ. അവരും ഇതെല്ലാം ഈ സമൂഹത്തിൽ ജീവിക്കുന്നവരാണ്. അവരുടെ ഔദ്യോഗിക കൃത്യനിർവഹണങ്ങൾ കൃത്യമായി നിറവേറ്റുന്നവരാണ്. അതുകൊണ്ട് സർക്കാരിൻ്റെ തീരുമാനം ആരെയൊക്കെയോ സംരക്ഷിക്കാൻ ഞങ്ങളൊക്കെ ഇവിടെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് മുകേഷ് MLA പോലെ ഉള്ളവരെ വെള്ളപൂശി എടുക്കാനുള്ള തത്രപ്പാടിലാണ് ഇതൊക്കെ കാണിക്കുന്നത്. അതുപോലെ അവർക്ക് വേണ്ടപ്പെട്ട മറ്റ് സിനിമാക്കാരി, ആരോപണ വിധേയരായ സിനിമാക്കാരിയും ഒക്കെ രക്ഷിച്ചെടുക്കാൻ വേണ്ടിയാകാം ഇത്തരത്തിൽ ചെയ്യുന്നതാണ് പൊതുസമൂഹം സംശയിക്കുന്നത്. ഞങ്ങളുമൊക്കെ ആ സംശയമുള്ളവർ. അങ്ങനെയാണോ അഡ്വക്കേറ്റ് BN ഹസ്കർ? ഇതിപ്പോ ഒരു ഐവാഷ് എന്ന തരത്തിലേക്ക് അതും മാധ്യമങ്ങളിലൂടെ വന്ന വെളിപ്പെടുത്തലുകൾ അന്വേഷിക്കാൻ മാത്രം ഒരു അന്വേഷണ സംഘത്തെ നിയോഗിക്കുന്നു. അതിൻ്റെ മേൽനോട്ട ചുമതലയ്ക്ക് പുരുഷന്മാരെ വയ്ക്കുന്നു. അതിനുശേഷം അത് വിമർശനമാകുമ്പോൾ ഇതിൽ കൂടുതൽ എന്തൊക്കെയാണ് എന്നൊക്കെയുള്ളതിൻ്റെ വിശദീകരണം വരികയാണ്. അവിടെയും പക്ഷേ ഈ പുരുഷന്മാരുടെ മേൽനോട്ടത്തിലാണ് സ്ത്രീകൾ പ്രവർത്തിക്കേണ്ടതെന്ന് വരുമ്പോൾ ബിന്ദു കൃഷ്ണ പറഞ്ഞതുപോലെ സ്ത്രീകളുടെ കഴിവിൽ വിശ്വാസമില്ല, സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് എന്ത് പ്രാധാന്യം കൊടുക്കുന്നു, ഇങ്ങനെ ഒട്ടേറെ ചോദ്യങ്ങൾ ഈ നിമിഷവും സർക്കാരിൻ്റെ നടപടികളിൽ കാണുമ്പോൾ ഓരോരോ ചോദ്യമായി ഉയർന്നു വരികയാണ്. അനുജ, നമ്മൾ ഇതിനെ രാഷ്ട്രീയമായിട്ടല്ല സമീപിക്കേണ്ടത്. ഇതിനെ ഒരു സാമൂഹ്യ വിപത്തായിട്ട് വേണം സമീപിക്കാൻ. ഒരു പുരുഷാധിപത്യ സമൂഹത്തിൽ സംഭവിച്ചിട്ടുള്ള ഒരു വലിയ വേട്ട, ആ വേട്ടയെ സംബന്ധിച്ചാണ് പുരുഷാധിപത്യ സമൂഹത്തിൽ നടക്കുന്ന ഒരു സർക്കാർ അന്വേഷണം പ്രഖ്യാപിക്കുമ്പോൾ, അതും ഇത്തരമൊരു വിഷയത്തിൽ ഒരു അന്വേഷണ സംഘത്തെ നിയോഗിക്കുമ്പോൾ അവിടെയും എങ്ങനെയാണ് പുരുഷാധിപത്യം വാഴുന്നത് എന്നതാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്ന അഡ്വക്കേറ്റ് BN ഹസ്കർ. അനുജ, പോലീസിങ്ങിനെ സംബന്ധിച്ചും പോലീസിന്റെ കുറ്റാന്വേഷണ രീതിയെ സംബന്ധിച്ചും പരിചയമില്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ നമുക്ക് അങ്ങനെ ഒരു വിമർശനം ഉന്നയിക്കേണ്ടി വരുന്നത്. സ്വാഭാവികമായും പോലീസിൽ എന്തുകൊണ്ട് 7 അംഗ സംഘത്തെ നിയോഗിച്ചു? നമുക്കറിയാം, ഹേമ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത സമയത്ത് അതിൽ 3 പേരെയും വനിതാ അംഗങ്ങളെയാണ് വെച്ചത്. ഒരു പുരുഷ അംഗത്തെ പോലും വെച്ചില്ല. പക്ഷെ അങ്ങനെ നമുക്ക് ഇക്കാര്യത്തിൽ അന്വേഷണ രീതി കൊണ്ടുപോകാനാവില്ല. ഒരുപക്ഷെ ഒരു മുതിർന്ന IPS ഓഫീസർ ഇതിന് ചാർജ് കൊടുക്കുക എന്നുള്ളത് ഒരുപക്ഷെ എല്ലാവരുടെയും ആഗ്രഹം തന്നെയാണ്. കാരണം ഇതിന്റെ സ്വകാര്യത സംരക്ഷിക്കപ്പെടണം, ഇരകളുടെ സ്വകാര്യത സംരക്ഷിക്കപ്പെടണം, അവരുടെ മൊഴികളുടെ സ്വകാര്യത സംരക്ഷിക്കപ്പെടണം. അവരുമായി സംസർഗം നടത്തുമ്പോൾ സ്വാഭാവികമായും ഉള്ള പ്രതികരണങ്ങളെ, ചോദ്യങ്ങളെ ഒക്കെ നേരിടുന്നതിനുള്ള ഒരു ശേഷി വരുന്ന തരത്തിൽ വനിതാ ഓഫീസർമാർക്കായിരിക്കും അതിന് കുറെ കൂടെ സൗകര്യം എന്ന അർത്ഥത്തിലാണ് ആ മൊഴിയെടുക്കുന്നതും ആ ഇരകളിൽ നിന്ന് വിവരങ്ങൾ ആരായുന്നതിനും കൃത്യമായി വനിതാ ഓഫീസർമാരെ തന്നെ ചുമതലപ്പെടുത്തുക. 7 അംഗ സംഘത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വെങ്കടേഷ് നമുക്കറിയാം, അതുപോലെ തന്നെ സ്പർജൻ കുമാറും അജിത്തും കേരള പോലീസിലെ മികച്ച അന്വേഷണ ഉദ്യോഗസ്ഥന്മാരാണ്. അജിത്തിനെ കുറിച്ച് അദ്ദേഹം വളരെ ദീർഘകാലമായി കേരളത്തിലെ കോളിളക്കം സൃഷ്ടിച്ചിട്ടുള്ള കേസുകളിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ അദ്ദേഹം മികച്ച സേവനമാണ് കേരള പോലീസിന് നൽകിയിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിൽ ഒരു കുറ്റമറ്റ കുറ്റപത്രം തയ്യാറാക്കണം എന്നുള്ളതിന്റെ ആഗ്രഹത്തിന്റെ പുറത്താണ് അവരെ കൂടി വെച്ചിരിക്കുന്നത്. ഒരുപക്ഷെ IPS ലഭിച്ചതുകൊണ്ട് മാത്രം ഒരു വനിതാ ഓഫീസർക്ക് മികച്ച കുറ്റാന്വേഷണ രീതികൾ അവലംബിക്കാനാവില്ല. അതൊരു എക്സ്പീരിയൻസിന്റെ കൂടി പ്രത്യേകതകളുണ്ട്. അതുകൊണ്ടാണ് അജിത്തിനെ പോലുള്ള മികച്ച അന്വേഷണ ഉദ്യോഗസ്ഥനെ ഈ ടീമിൽ ഉൾപ്പെടുത്തിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊരു പക്ഷേ ഈ അന്വേഷണത്തെയും അതുപോലെ അതിനുശേഷം നൽകുന്ന കുറ്റപത്രത്തെയും സഹായിക്കാൻ. ഇതിന്റെ ഒരു തരത്തിലും രാഷ്ട്രീയമായി ഇതിനെ കാണരുത്. കാരണം രാഷ്ട്രീയമായി ഇതിനെ കണ്ടാൽ ഇപ്പോ മുകേഷിനെതിരെ വന്നിട്ടുള്ള ആരോപണത്തെ പോലെ തന്നെ കോൺഗ്രസിന്റെ സമുന്നതനായ ഒരു നേതാവ്, അഭിഭാഷക സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് ചന്ദ്രശേഖരനെതിരെയും ഇപ്പൊ ആരോപണം വന്നിട്ടുണ്ടല്ലോ. അതേ നടി തന്നെയാണ് ഈ ആരോപണം, ആ അതിജീവിത തന്നെയാണ് ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ആരോപണം രാഷ്ട്രീയരഹിതമായി തന്നെ പൊതുസമൂഹത്തിൽ വന്നിട്ടുണ്ട്. ഇവരെ ആരെയും സംരക്ഷിക്കരുത്, ഒരാളെ പോലും സംരക്ഷിക്കരുത്. പക്ഷെ ആരോപണം ഉന്നയിച്ചു എന്നുള്ളതിന്റെ പേരിൽ ആരോപണ വിധേയരായിട്ടുള്ള ആളുകളെ മുഴുവൻ നമുക്കിങ്ങനെ സമൂഹത്തിൽ പുറത്തു നിർത്തി പച്ചയ്ക്ക് പിച്ചി ചീന്തുക എന്ന് പറയുന്ന ഒരു നിലപാട് മാറ്റേണ്ടിയിരിക്കുന്നു. കാരണം ഇത് അന്വേഷിക്കേണ്ടതുണ്ട്. ഇതിൽ തെളിവെടുപ്പുകൾ നടത്തേണ്ടതുണ്ട്. ആ തെളിവെടുപ്പുകൾ നമുക്കറിയാം, ഒരു മുറിയുടെ 4 ചുവരുകൾക്കുള്ളിലാണ് ഇത്തരത്തിലുള്ള പീഡനങ്ങളൊക്കെ നടക്കാറുള്ളത്. അപ്പോൾ അതിജീവിത പറയുന്നത് മാത്രമാണ് കോടതിക്ക് അല്ലെങ്കിൽ നിയമത്തിന് മുന്നിൽ പ്രസക്തമാവുകയുള്ളൂ. ഒരാളുടെയും മറ്റു തെളിവുകളുടെ ആവശ്യം അവിടെ വരുന്നില്ല. കാരണം ദൃക്സാക്ഷികളായി മറ്റുള്ളവർ ഉണ്ട്, അല്ലെങ്കിൽ ദൃക്സാക്ഷികൾ പറയുന്നതിനൊന്നും ഒരു പ്രസക്തിയും നിയമത്തിന് മുന്നിൽ വരാതിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് സ്വാഭാവികമായും അതിജീവിതകൾ. അപ്പൊ അതിജീവിത പറഞ്ഞ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് മാത്രമായിരിക്കും അന്വേഷണത്തിൽ കണ്ടെത്തേണ്ടത്. അപ്പൊ ഒരുപക്ഷെ ഇത്ര വർഷങ്ങളുടെ കാലപ്പഴക്കമുള്ളത് കൊണ്ട് അതിനൊരു പരിമിതി ഇക്കാര്യത്തിലുണ്ട്. ശാസ്ത്രീയമായി അത് തെളിയിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അന്വേഷണ സംഘത്തിൽ മികച്ച അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ വെക്കുക എന്നുള്ളത്
അന്വേഷണത്തിന്റെ സഹായിക്കാനാണ്. നമുക്കിപ്പോൾ സ്ത്രീകളുടേതായിട്ടുള്ള ഒരു അന്വേഷണ സംഘത്തെ നിയമിച്ചുകൊണ്ട് ഈ അന്വേഷണം നടത്തി കുറ്റമറ്റ ഒരു കുറ്റപത്രം തയ്യാറാക്കി നൽകാൻ കഴിയില്ല എന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഞാനിത് അല്ല, ഈ പറയുന്നത്. കുറ്റപത്രമൊക്കെ തയ്യാറാക്കണം എന്നുള്ളത് തന്നെയാണ് നമ്മളുടെയും ആഗ്രഹം. നിലവിൽ ഇതിൽ എത്രത്തോളം ആത്മാർത്ഥതയുണ്ട് എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത്. അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ, ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, താങ്കളൊരു അഭിഭാഷകനാണല്ലോ, താങ്കൾക്കറിയാം ഈ റിപ്പോർട്ട് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ എന്താണ് ചെയ്യേണ്ടത്, നമ്മളുടെ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് ചെയ്യേണ്ടത്? ഈ റിപ്പോർട്ട് തന്നെ ഒരു FIS ആയി സ്വീകരിച്ചുകൊണ്ട് അതിന്മേൽ എന്ത് നടപടിയിലേക്ക് കടക്കാം എന്നുള്ളത് താങ്കൾക്കറിയാവുന്ന കാര്യമല്ലേ? അപ്പോൾ അത് ഇത്രയും കാലം കയ്യിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് ഇപ്പോൾ അത് കോടതി ആവശ്യപ്പെടുമ്പോൾ കോടതിക്ക് കൊടുക്കുന്നു. ഇനി സെപ്റ്റംബർ 10 വരെ സമയമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അടയിരിക്കുകയാണ്. വീണ്ടും 4.5 വർഷം കഴിയുമ്പോഴുള്ള കാര്യമാണ് ഈ പറയുന്നത്. എന്നിട്ടിപ്പോൾ മാധ്യമങ്ങളിലൂടെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് സ്ത്രീകൾ ഓരോ ദിവസവും പുതിയ പുതിയ വെളിപ്പെടുത്തലുകൾ പറയുമ്പോൾ അതിൽ പല ദിവസങ്ങളിലും നമ്മൾ കേൾക്കുന്ന പേര് ഒരേ പേരുകൾ തന്നെയാണ് എന്നുള്ളതും നിർഭാഗ്യകരമാണ്. അതിലിപ്പോൾ ആരാണ് പീഡിപ്പിച്ചതെന്ന് നോക്കിയൊന്നും അല്ല നമ്മൾ പറയുന്നത് അവിടെ. പക്ഷെ ജനപ്രതിനിധി ഉണ്ടാകുമ്പോൾ, അതും കക്ഷിയുടെ പെട്ട ജനപ്രതിനിധി ഉണ്ടാകുമ്പോൾ അത് കുറച്ചുകൂടി ഗൗരവം വർദ്ധിപ്പിക്കുന്നു. പുതിയ സിനിമാ നയം ഉണ്ടാക്കാൻ പോകുമ്പോൾ ആ സമിതിയിൽ അംഗമാണ് അദ്ദേഹം എന്ന് പറയുന്നു. ഇനി സിനിമാ കോൺക്ലേവ് നടത്താൻ പോകുമ്പോൾ ഇവരെല്ലാവരും ഒരുമിച്ചിരിക്കേണ്ടതാണെന്ന് പറയുന്നു. ഇതൊക്കെ ഇതിന്റെ ഗൗരവ സ്വഭാവം വർദ്ധിക്കുന്നത് തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ വിഷയം ആ തരത്തിലേക്ക് ചർച്ച ചെയ്യുന്നത്. ഒട്ടേറെ വെളിപ്പെടുത്തലുകൾ പുറത്തു വന്ന ദിനമാണ്. അതിൽ ഒരു പ്രധാനപ്പെട്ട വെളിപ്പെടുത്തൽ നടത്തിയത് നടി മിനു മുനീറാണ്. ഒരു അഭിഭാഷകനെതിരായ വെളിപ്പെടുത്തലും ഉണ്ടായിരുന്നു. ആ അഭിഭാഷകൻ VS ചന്ദ്രശേഖരൻ, അദ്ദേഹം കോൺഗ്രസ് നേതാവാണ്. ലോയേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് VS ചന്ദ്രശേഖരനെതിരെയാണ് നടി മിനു മുനീറിന്റെ വെളിപ്പെടുത്തൽ. അത് അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ ഒരാൾ, അപ്പം കുട്ടിക്കാനത്ത് ഒരു സിനിമ, എൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, അപ്പം ഞാൻ അതിനകത്ത് കോ പ്രൊഡ്യൂസറായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ പ്രീ പ്രൊഡക്ഷന് വേണ്ടി എൻ്റെ വണ്ടിയും കൂടി ഞാൻ ലൊക്കേഷൻ കാണാൻ പോവുകയൊക്കെ ചെയ്തു. അങ്ങനെ ഒരുപാട് ഞാൻ എഫേർട്ടൊക്കെ എടുത്തു. അതിനുശേഷം 2-3 സിനിമ, അതിനകത്ത് കലാഭവൻ മണിയുടെ വൈഫായിട്ടായിരുന്നു. 2-3 ദിവസം ഞാൻ അവിടെ അഭിനയിക്കുകയും ചെയ്തു. തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഈ അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ പറഞ്ഞു, മിനു നമുക്ക് ബോൾഗാട്ടിയിലൊരു ലൊക്കേഷൻ കാണാൻ പോകണം, ഒന്ന് വരണം എന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ഓടി പോവുകയും ചെയ്തു പുള്ളിക്കാരൻ്റെ കൂടെ. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഏതോ ഒരു റിസോർട്ടിലോട്ട് ഇങ്ങനെ കൊണ്ട് കയറ്റിക്കൊണ്ട് ഇപ്പോൾ ഒരു ചേട്ടൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. സംസാരിച്ചുകൊണ്ടിരുന്നപ്പം ഈ അഡ്വക്കേറ്റ് അപ്രത്യക്ഷമായി. അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് നേരം, അതിൻ്റെ ഉച്ച കഴിഞ്ഞ് 3 മണി ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, അതേ കുട്ടികൾ വരാൻ സമയമായി സ്കൂളിൽ നിന്ന്, അപ്പോൾ ഞാനെന്ന് ഇറങ്ങിക്കോട്ടെ. അങ്ങനെ ഇറങ്ങാൻ പാടില്ല, അങ്ങനെ പെട്ടെന്ന് പോകാൻ വന്നതല്ലല്ലോ അതുകൊണ്ട് പുള്ളിക്കാരൻ കയറി എന്നെ കടന്നു പിടിച്ചു. എന്നിട്ട് വന്നിട്ട് എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചപ്പോൾ ഞാൻ പുറകോട്ട് എന്നാ ഇല്ല ഇതെന്താ അല്ല പറഞ്ഞില്ലേ പുള്ളിക്കാരൻ പറഞ്ഞു എന്ത്? ഞാൻ പറഞ്ഞു ഞാൻ ലൊക്കേഷൻ നോക്കാൻ വന്നതാണ്, ഞാൻ അല്ല വേറെ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ പുള്ളിക്കാരനും പെട്ടെന്ന് സോറി പറഞ്ഞു. പക്ഷേ എന്നെ കൊണ്ട് കൂട്ടിക്കൊടുത്തതായിരുന്നു ഈ അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ. മോൻസൺ മാവുങ്കൽ ഉൾപ്പെട്ട കേസിൽ KPCC അധ്യക്ഷൻ K സുധാകരന് വേണ്ടി ഹാജരായത് VS ചന്ദ്രശേഖരനായിരുന്നു. വിഷ്ണു സുരേഷ് വിശദാംശങ്ങളുമായി. വിഷ്ണു, എന്തൊക്കെ വിശദാംശങ്ങൾ നമുക്ക് കൂട്ടിച്ചേർക്കാനുണ്ട്? അനുജ, ഇന്ന് രാവിലെയാണ് മിനു മുനീർ സിനിമ പ്രവർത്തകർക്കെതിരെ തനിക്ക് അവരിൽ നിന്നുണ്ടായ ദുരനുഭവത്തെ കുറിച്ച് പങ്കുവച്ചത്. ആ കൂട്ടത്തിൽ ഒരു അഡ്വക്കേറ്റിന്റെ പേരും അവർ വ്യക്തമാക്കിയിരുന്നത് VS ചന്ദ്രശേഖരനാണ്. KPCC ലീഗൽ വിഭാഗത്തിന്റെ അഡ്വക്കേറ്റാണ് അദ്ദേഹം. അതോടൊപ്പം തന്നെ കോൺഗ്രസ് ലോയേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റാണ്. അദ്ദേഹത്തിൽ നിന്നും തനിക്ക് ഇത്തരത്തിലൊരു മോശം അനുഭവം നേരിടേണ്ടി വന്നു. കോൾഗാട്ടി ഇരുവരും കോ പ്രൊഡ്യൂസേഴ്സ് ആയിരുന്ന ഒരു സിനിമയുടെ ഭാഗമായി ഷൂട്ടിംഗ് ലൊക്കേഷൻ കാണാൻ പോകുന്നതിനിടയിലാണ് തന്നെ ഇയാൾ കടന്നു പിടിക്കാൻ ശ്രമിച്ചത് എന്നുള്ളതായിരുന്നു മിനു മുനീറിന്റെ ആരോപണം. ആ ആരോപണത്തിൽ ഇദ്ദേഹത്തിനെതിരെ പരാതി നൽകാൻ മിനു മുനീർ തയ്യാറെടുക്കുന്നു എന്നുള്ളത് അവർ നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അതായത് സിനിമാ മേഖലയ്ക്ക് അപ്പുറത്ത് രാഷ്ട്രീയക്കാർക്കിടയിലേക്കും ഈ മീറ്റു ആരോപണങ്ങൾ കേരളത്തിൽ എത്തുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ പ്രധാനപ്പെട്ട കാര്യം. ഇനി ഔദ്യോഗികമായ ഒരു പ്രതികരണം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ലോയേഴ്സ് അസോസിയേഷന്റെ ഭാഗത്തുനിന്നോ കോൺഗ്രസ് ലോയേഴ്സ് അസോസിയേഷന്റെ ഭാഗത്തുനിന്നോ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. നമ്മൾ ഇദ്ദേഹവുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്ന ഘട്ടത്തിൽ ഇദ്ദേഹം ഇവരെ പരിചയമുണ്ട് എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ശരി, അതാണിപ്പോൾ മിനു മുനീർ VS ചന്ദ്രശേഖരനെതിരെ ഉന്നയിച്ചിട്ടുള്ള ആരോപണം. ശ്രീമതി ബിന്ദു കൃഷ്ണ, ഇപ്പോൾ ഈ ആരോപണം കേട്ടല്ലോ. നമ്മൾ ആർക്കെതിരെ ആരോപണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലൊന്നും അല്ല കാര്യങ്ങൾ സംസാരിക്കുന്നത്. മിനു മുനീർ ഇന്ന് ഒട്ടേറെ പേർക്കെതിരെ പറഞ്ഞതിൽ ഒരു ആൾ ഇദ്ദേഹമാണ്. താങ്കൾ പരിചയമുണ്ടോ എന്ന് എനിക്കറിയില്ല. കോൺഗ്രസ് ലോയേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റാണ് ചന്ദ്രശേഖരൻ. തീർച്ചയായും പരിചയമുണ്ട്. അദ്ദേഹത്തിനെതിരെ ആരോപണം വന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിനെതിരെ അന്വേഷണം സ്വതന്ത്രമായി തന്നെ നടക്കണമെന്ന വ്യക്തമായ അഭിപ്രായമാണ് എനിക്കുള്ളത്. ആളിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം നോക്കിയൊന്നുമല്ല കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട ആരോപണം ഉണ്ടാകുമ്പോൾ അന്വേഷിക്കണമെന്ന് നമ്മൾ പറയുന്നത്. ആത്മാർത്ഥമായി സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ഇല്ലാതാകണമെന്ന കൃത്യമായ ബോധ്യത്തോടു കൂടി തന്നെയാണ്, അത് ഏത് മേഖലയിലായാലും. പക്ഷേ വേദനയോടുകൂടി പറയട്ടെ, IPS എടുത്തുകൊണ്ട് മാത്രം കാര്യങ്ങൾ അറിയില്ല എന്ന്
എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ ഹസ്കർ പറയും വനിതകൾക്ക് അറിയില്ല എന്ന് പറയുമ്പോൾ ശക്തമായി അതിനെതിരെ പ്രതിഷേധം ഉയർത്തുകയും ആ വാചകത്തെ തന്നെ അപലപിക്കുകയാണ്. എന്തുകൊണ്ട് IPS ഉദ്യോഗസ്ഥരായ വനിതകൾക്ക് അവർ സീനിയോറിറ്റി ഉള്ളവരുണ്ടല്ലോ, എന്ത് പുരുഷ IPS ഉദ്യോഗസ്ഥർക്ക് മാത്രമേ എന്താ പറയുക കൂടുതൽ കഴിവും അവർക്ക് തന്നെ പരിചയവും അവർക്ക് മാത്രമേ ഉള്ളൂ? അങ്ങനെയുള്ള പറച്ചിലുകൾ പറയരുത്. എന്നിട്ട് അതേ നാവിൽ തന്നെ ഇടതുപക്ഷം, ഹൃദയപക്ഷം, സ്ത്രീപക്ഷം എന്തൊക്കെ കൂടി ദയവ് ഇത് പറയാതിരിക്കണം. ഇങ്ങനെ സ്ത്രീയെ രണ്ടാം തരം പൗരന്മാരായി കാണുന്ന മനസാക്ഷിയില്ലാത്ത അല്ലെങ്കിൽ അങ്ങേയറ്റം പിന്തിരിപ്പൻ നയം പിന്തുടരുന്നത് മിനിമം ചന്ദ്രശേഖരന്റെ കാര്യത്തിൽ എന്താണ് ഇപ്പോ എന്താണ് പ്രതീക്ഷിക്കുന്നത്? നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്? എന്താണ് ആവശ്യപ്പെടാനുള്ളത്? ബിന്ദു കൃഷ്ണ. കോൺഗ്രസ് നേതൃത്വത്തിന് ഒരു കാര്യത്തിൽ ആരുടെ കാര്യത്തിൽ വ്യക്തിപരമായല്ല ആരോപണം വന്ന സാഹചര്യത്തിൽ അതിനെക്കുറിച്ച് അന്വേഷണം നടത്തണം എന്ന നിലപാട് കാണാനേ സാധ്യതയുള്ളൂ. മറിച്ചൊരു നിലപാടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വ്യക്തിപരമായ എൻ്റെ നിലപാട് ആരെ കുറിച്ചായാലും ആര് എന്നതിനല്ല പ്രസക്തി, എന്താണ് എന്നതിനെ കുറിച്ചാണ് പ്രാധാന്യം. അതനുസരിച്ച് അന്വേഷണം നടത്തട്ടെ. അവിടെ ഏറ്റവും ഈ സിനിമാ ഫീൽഡിലുള്ള ഒരുപാട് നടന്മാർക്കും അണിയറ പ്രവർത്തകർക്കും എതിരായിട്ടുള്ള ആരോപണം ഉണ്ടാകുമ്പോൾ അതിൽ ഏറ്റവും നമ്മെ വേദനിപ്പിക്കുന്നത്, ലജ്ജിപ്പിക്കുന്നത് ജനപ്രതിനിധി കൂടി ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ്. ജനപ്രതിനിധിയായാലും അല്ലാത്തവരായാലും ആരായാലും ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തെ വിശ്വസിക്കുന്നവരായാലും മറിച്ച് മറ്റേതെങ്കിലും പിന്തുണയുള്ളവരായാലും അതിൻ്റെ പേരിൽ അന്വേഷിക്കേണ്ട എന്നില്ല. സത്യം കണ്ടെത്തട്ടെ, അന്വേഷിക്കട്ടെ. ആരുടെ കാര്യത്തിലാണെങ്കിലും ഈ സമൂഹത്തിൽ സ്ത്രീ ഒരു ഭോഗവസ്തുവാണെന്നുള്ള ചിന്ത മാറ്റിയെടുത്തേ മതിയാകൂ. നമ്മുടെ പെൺകുഞ്ഞുകൾ അവരെത്ര സത്യം കണ്ടെത്തി അതിൽ അന്വേഷണം നടത്തി സത്യം കണ്ടെത്തുന്നതുവരെ അദ്ദേഹം ഇങ്ങനെ ഈ പോസ്റ്റിലൊക്കെ തുടരട്ടെ എന്നുള്ളതാണോ എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അനുജ ചോദിച്ച ചോദ്യത്തിന് വളരെ കൃത്യമായില്ലേ ഞാൻ മറുപടി പറഞ്ഞത്. അത് പാർട്ടി ആലോചിച്ച് ചെയ്യുമല്ലോ അതിന് വേണ്ടത്. എന്തായാലും CPM-നെ പോലെ സംരക്ഷിക്കാനൊന്നും കോൺഗ്രസ് പാർട്ടിക്കൊന്നും എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു ആവശ്യം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ? പ്രത്യേകിച്ച് ഈ വിഷയങ്ങളൊക്കെ ഇപ്പോൾ ഞങ്ങളുടെ നേതാക്കന്മാർക്കെതിരെ ആരോപണമുണ്ടായപ്പോ നിയമപരമായ നടപടികൾ നേരിടുകയല്ലേ ചെയ്തത് എത്ര ഉന്നത നേതാക്കന്മാരായാലും. അല്ലാതെ നിയമത്തെ ഒളിച്ചു വെച്ച് നിയമത്തെ പേടിപ്പിച്ച് അങ്ങനെയൊന്നുമില്ലല്ലോ ഞങ്ങളുടെ ആളുകൾ നിന്നിട്ടുള്ളത്. അതുകൊണ്ട് ആ ചോദ്യത്തിൽ പ്രസക്തിയില്ല. എന്തായാലും ആ ഉത്തരവാദിത്തത്തോടെ അത്തരം കാര്യങ്ങൾ പറയേണ്ടത് പാർട്ടിയാണ്, അത് പാർട്ടി പറയും. വ്യക്തിപരമായി കൃത്യമായി ഞാൻ എൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തി. ശരി. അഡ്വക്കേറ്റ് ഹസ്കർ, ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ സർക്കാരിന് എന്ത് ആത്മാർത്ഥത എന്ന ചോദ്യത്തിന് താങ്കളൊരു അഭിഭാഷകൻ കൂടിയാണല്ലോ, താങ്കൾ അതിൽ എങ്ങനെയാണ് മറുപടി പറയുന്നത് കേൾക്കാൻ എനിക്ക് കൗതുകമുണ്ട്. കാരണം ഇപ്പോൾ ഈ ആദ്യമായി രാജ്യത്ത് തന്നെ ഇങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിച്ചത് നമ്മളുടെ സർക്കാരാണ്, LDF സർക്കാരാണ് എന്നൊക്കെ പറഞ്ഞ് ഊറ്റം കൊള്ളുമ്പോഴും അതിന്മേൽ പിന്നീട് എന്ത് തുടർ നടപടി ഉണ്ടായി, അത് മൂടി വയ്ക്കാൻ ഓരോ നിമിഷവും കാണിക്കുന്ന വ്യഗ്രത, അതൊക്കെയാണല്ലോ പിന്നെ നമ്മൾ കണ്ടത്. അപ്പോൾ ആ കാര്യത്തിൽ ഇപ്പോൾ ഈ അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരിക്കുന്നത് മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്ന കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടിയാണ്. ഹേമ കമ്മിറ്റിയുടെ കാര്യത്തിൽ ഇപ്പോഴും ഒന്നും പറയുന്നില്ല, അത് കോടതിയിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയും ഒരു ആശ്വാസ തീരം തേടി പോവുകയാണ് സർക്കാർ. ഇതിലൊരു നിയമപരമായിട്ടുള്ളൊരു പ്രശ്നമുണ്ട്. ഒന്നാമതായി ഇതിലെ പ്രശ്നം എന്ന് പറയുന്നത് ഇതൊരു ജുഡീഷ്യൽ കമ്മീഷൻ ഓഫ് എൻക്വയറീസ് ആക്ടിന്റെ പരിധിയിൽ നിയമിക്കപ്പെട്ടിട്ടുള്ള ഒരു കമ്മീഷൻ അല്ല, ഒരു കമ്മിറ്റിയാണ്. എന്തുകൊണ്ട് അങ്ങനെ കമ്മീഷനായി നിയമിച്ചില്ല എന്നുള്ളൊരു വലിയ വിമർശനം ആദ്യം മുതലേ ഈ ഹേമ കമ്മിറ്റിയെ സംബന്ധിച്ച് വരുന്നുണ്ട്. എന്തുകൊണ്ട് അത് നിയമിച്ചില്ല എന്നുള്ളത്, ഒരുപക്ഷെ കമ്മീഷൻ ആയിരുന്നു എങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചാൽ എൻക്വയറി കമ്മീഷൻ ആക്ടിന്റെ സെക്ഷൻ 8 പ്രകാരം ആരോപണ വിധേയനായ ആളിന് നോട്ടീസ് നൽകി ഈ അതിജീവിതയ്ക്കെതിരെ ആരോപണം ഉന്നയിച്ച ആൾക്ക് ക്രോസ് ചെയ്യുന്നതിനുള്ള അവസരം ലഭിക്കും. അങ്ങനെ ക്രോസ് ചെയ്യപ്പെടുന്ന അവസരം വന്നാൽ ഒരു വിചാരണ കോടതിയുടേതായിട്ടുള്ള, ഒരു സിവിൽ കോടതിയുടേതായിട്ടുള്ള എല്ലാ അധികാര പരിധിയിലുമാണ് ആ ജുഡീഷ്യൽ കമ്മീഷൻ നടക്കുക. അങ്ങനെ വന്നാൽ ഇത്തരത്തിൽ കാര്യങ്ങൾ തുറന്നു പറയാൻ സിനിമാ മേഖലയിലെ സ്ത്രീകളായിട്ടുള്ള ആളുകൾ മുന്നോട്ട് വരുന്നതിനുള്ള സാധ്യത ഇല്ലാത്തത് കൊണ്ടാണ് വളരെ കൃത്യമായ ജാഗ്രതയോടാണ് ഇതൊരു കമ്മിറ്റി ആയിട്ട് വന്നത്. അങ്ങനെ കമ്മീഷൻ ആയിരുന്നു എങ്കിൽ ഒടുവിൽ ഈ തെളിവെടുപ്പുകളെല്ലാം പൂർത്തീകരിച്ചതിന് ശേഷം ആ കമ്മീഷൻ റിപ്പോർട്ട് നിയമസഭയ്ക്ക് മുമ്പാകെ വെക്കേണ്ടി വരും. അതാണ് നിയമം. പക്ഷെ ഇതൊരു കമ്മിറ്റിക്ക് നൽകിയിട്ടുള്ള ഹിയർസേ എവിഡൻസുകളാണ്. ഇപ്പോ സർക്കാരിന് മുന്നിൽ ലഭിച്ചിരിക്കുന്നത് ഹിയർസയാണ്. സ്വാഭാവികമായും നിയമത്തിന്റെ പ്രാഥമിക പാഠം എന്ന് പറയുന്നത് കേട്ടുകേൾവി അഡ്മിസിബിൾ അല്ല നിയമത്തിന് മുന്നിൽ. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ ഇതൊരു ഇൻഫർമേഷൻ ആയിട്ട് എടുത്തുകൊണ്ട്
കേസെടുക്കുന്നതിന് സർക്കാരിന് പരിമിതിയുണ്ട്. അതുകൊണ്ടാണ് അതിജീവിതകൾ നേരിട്ട് അന്വേഷണ സംഘത്തിന് നൽകുന്ന മൊഴി, ആ മൊഴിയുടെ ഇത്തരം അടിസ്ഥാനത്തിൽ വിവരങ്ങളുള്ള ഇത് തെളിവുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണല്ലോ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ളത്. ഈ കാര്യങ്ങൾ ഇതെല്ലാം തന്നെ ഈ റിപ്പോർട്ട് തന്നെ കുറേ ഈ വിവരങ്ങളുടെ ഒരു കലവറയാണ്. ഇത് വച്ചുകൊണ്ട് ഒരു നിയമ നടപടിയിലേക്കും പോകാൻ കഴിയില്ല എന്നുള്ളതാണോ താങ്കൾ പറയുന്നത്? അത് DGPക്ക് റിപ്പോർട്ട് കൈമാറുകയും SHOമാർക്ക് നിർദ്ദേശം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന തരത്തിലേക്ക് ഇതിൽ നിയമ നടപടിയിലേക്ക് പോകാമെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. ബിന്ദു കൃഷ്ണ, താങ്കൾ ഒരു അഭിഭാഷക കൂടിയാണ്, താങ്കളുടെ ഇതിലുള്ള അഭിപ്രായം എന്താണ്? തീർച്ചയായും ഹേമ കമ്മിറ്റിയുടെ മുൻപാകെ മൊഴി കൊടുത്തതനുസരിച്ച് സ്ത്രീകൾ, പെൺകുട്ടികൾ ഇരയാക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായും വലിയ ലൈംഗിക ചൂഷണത്തിനും തൊഴിലിടങ്ങളിലെ മറ്റ് ചൂഷണങ്ങൾക്കും വിവേചനങ്ങൾക്കും അവർ വിധേയരായിട്ടുണ്ട് എന്നാണ് നാം മനസ്സിലാക്കിയിട്ടുള്ളത്. നമുക്ക് ലഭ്യമായ പേജിലും ഇനി കാണിക്കാത്ത പേജിലും അടക്കം അതിന്റെ ഭീകരത ഉൾപ്പെടെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഈ ഒരു കോഗ്നിസിബിൾ ഒഫൻസ് നടന്നതായി, ഒരു ക്രിമിനൽ കുറ്റകൃത്യം നടന്നതായി വിവരം കിട്ടിയാൽ അപ്പോൾ തന്നെ സ്വമേധയാ കേസെടുത്ത് അന്വേഷിക്കാനുള്ള നിയമപരവും ധാർമ്മികമായ ഉത്തരവാദിത്വം സ്റ്റേറ്റ് ഓഫ് കേരളയ്ക്കുണ്ട്. അത് ചെയ്യാതെ മാറി നിന്നിട്ട് ഇപ്പൊ കേൾക്കുന്നത് അത് മൊഴി കൊടുത്തവർ വന്ന് മൊഴി പറയുമെന്ന് അറിയത്തില്ല എന്ന്. നിങ്ങൾ FIR ഇട്ട്, ഒരു പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നതിന് മുൻപുള്ള സാമൂഹിക സാഹചര്യം, കേരളീയ സാമൂഹിക സാഹചര്യമായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ആ ഭയം ഉണ്ടാകണമായിരുന്നു. കാരണം ഏതൊക്കെ പെൺകുട്ടികൾ, സ്ത്രീകൾ ഇത്തരത്തിൽ നോ പറഞ്ഞിട്ടുണ്ടോ, അവരെ ആക്രമിക്കുവാനും പ്രലോഭിപ്പിക്കുവാനും ചെന്ന ആണധികാരങ്ങളോട് നോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ആ സിനിമയിൽ നിലം തൊടിക്കാതെ അവരെ അവിടുന്ന് തുടച്ചു നീക്കിയത് അടക്കമുള്ള 100 ആളുകളുടെ ദുരനുഭവങ്ങൾ സിനിമാ സെറ്റിലും സിനിമാ മേഖലയിലും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് അറിയുമായിരുന്നു. അതുകൊണ്ട് തന്നെ കുറെ അധികം ആളുകൾ അതാണ് അഡ്വക്കേറ്റ് ഭാസ്കർ, ഇപ്പോൾ ഇത്രയും കാലം ഇത് പൂഴ്ത്തിവെച്ചു, 4.5 വർഷത്തോളം ഇത് കയ്യിൽ വെച്ചിരിക്കുകയായിരുന്നു. ആ സമയത്തും ഇപ്പൊ ഈ ആരോപണങ്ങൾ പറഞ്ഞിട്ടുള്ള ആളുകളുണ്ട്, മൊഴി കൊടുത്തിട്ടുള്ള ആളുകളുണ്ട്, നടിമാരുണ്ട്. അവർ ഇതേ തരത്തിലുള്ള അനുഭവങ്ങളുമായി മുന്നോട്ട് പോകേണ്ടുന്ന സാഹചര്യത്തിലേക്ക് കൂടി കൊണ്ടുചെന്നെത്തിച്ചു ഈ സർക്കാർ. അതല്ല, അതിൽ തുടക്കത്തിൽ തന്നെ എന്തെങ്കിലും ഒരു നടപടിയിലേക്ക് കടന്നിരുന്നെങ്കിൽ ഈ സമയത്ത്, ഈ കാലയളവിലെങ്കിലും അവർക്കൊന്നും അനുഭവിക്കാതെ, അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും ഒരു ചെറിയ പരിഹാരം എന്ന തരത്തിലേക്കെങ്കിലും അവർക്കൊരു നടപടി കിട്ടിപ്പോയേനെ. അനുജ, ഇത് ഈ ഹേമ കമ്മിറ്റി ഒരു വിസിൽ ബ്ലോവറാണ്. സ്വാഭാവികമായും ആ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണല്ലോ നാം ഇപ്പോൾ ഇത്തരം പൊയ്മുഖങ്ങളെ മുന്നിലേക്ക് വരുന്നത്. നമുക്ക് സമൂഹത്തിൽ എല്ലായിടത്തും ഇത്തരം പൊയ്മുഖങ്ങളുണ്ട്. ആ പൊയ്മുഖങ്ങളുടെ കൂട്ടത്തിൽ തന്നെയാണ് എൽദോസ് കുന്നപ്പള്ളിയും വിൻസെന്റ് MLA ആയിട്ടുള്ളത്. അവരെ രണ്ടുപേരെയും കോൺഗ്രസ് എങ്ങനെയൊക്കെ സംരക്ഷിച്ചു എന്ന് നാം കണ്ടതാണ്. ഇത് രാഷ്ട്രീയമാണ്. ഞാൻ ആ രാഷ്ട്രീയത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇതിൽ ഏറ്റവും വലിയ പ്രസക്തി എന്ന് പറയുന്നത്, ഇത് നിയമപരമായ പരിമിതി എന്ന് പറയുന്നത്, ഈ കമ്മിറ്റിക്ക് മുമ്പാകെ കൊടുത്തിട്ടുള്ള മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഹേമ കമ്മിറ്റി ഒരു ജുഡീഷ്യൽ കമ്മിറ്റിയല്ല. ആ ജുഡീഷ്യൽ ഓഫീസറുടെ പവറിൽ ലഭിക്കുന്ന വിവരങ്ങളല്ല ഹേമ കമ്മിറ്റി മുമ്പാകെ ലഭിച്ചിട്ടുള്ളത്. അതൊരു മൊഴി മാത്രമാണ്. ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസിന് കേസെടുക്കാനാവില്ല. അത് നിയമപരമായ ഒരു ബാരിയറാണ്. ലളിതകുമാരി കേസിൽ വളരെ കൃത്യമായിട്ട് ഇക്കാര്യത്തിൽ സുപ്രീം കോടതി എന്താണ് ഒരു ഇൻഫർമേഷൻ എന്നും ആ ഇൻഫർമേഷൻ എങ്ങനെയാണ് FIR പോകേണ്ടതെന്നും വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇതൊരു ഇൻഫർമേഷൻ ആയിട്ട് നമുക്ക് എടുക്കാനാവില്ല. ആ പരിമിതി വെച്ചുകൊണ്ടാണ് ഇനി ആ അതിജീവിതകൾ കോടതി തന്നെ കഴിഞ്ഞ ദിവസം ചോദിച്ചത് എന്താണ് എന്ന് താങ്കൾക്ക് അറിയാമല്ലോ. ഞാൻ അതൊന്നും ഇനി പറയേണ്ടെന്ന് ആവശ്യമില്ല. ഏതായാലും ഇത്തരം വാദങ്ങളിൽ ഇപ്പോഴും മുറുകെ പിടിച്ചു നിൽക്കുകയാണ് സർക്കാർ എന്നുള്ളത് നമുക്കറിയാം. ഇനിയിപ്പോൾ കോടതി എന്ത് പറയാൻ പോകുന്നു എന്നുള്ളത് കാത്തിരിക്കുകയാണ്. കോടതി എന്ത് പറയുന്നു എന്ന് നമുക്കറിയില്ല. സെപ്റ്റംബർ 10 വരെ സമയമുണ്ട് താനും. ന്യൂസ് ഈവനിംഗ് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് അഡ്വക്കേറ്റ് BN ഹസ്കർ, ഇപ്പോൾ മുകേഷ് MLA, അദ്ദേഹത്തിനെതിരെ കഴിഞ്ഞ ദിവസവും ആരോപണം വന്നു. അദ്ദേഹം അതിന് മറുപടി പറഞ്ഞത് രാഷ്ട്രീയ ഗൂഢാലോചനയാണ് എന്നൊക്കെയുള്ള, അതൊക്കെ എന്താ മറുപടിയാണെന്ന് നമുക്കറിയില്ല. ഇന്നിപ്പോൾ കുറെ കൂടി വ്യക്തമായ തരത്തിലേക്ക് ഒരു സ്ത്രീ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറയുകയാണ് അദ്ദേഹത്തിൽ നിന്ന് നേരിട്ട അനുഭവം എന്താണ് എന്നുള്ളത്. ഇതിൽ സർക്കാർ എന്തെങ്കിലും നടപടിയിലേക്ക് പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാമോ? മുഖം നോക്കാത്ത നടപടി എന്നൊക്കെ ഉള്ളതാണല്ലോ മുഖ്യമന്ത്രിയുടെ എപ്പോഴത്തെയും നിലപാട്. അനുജ, ഞാനൊരു കാര്യം തുറന്നു പറഞ്ഞാൽ അതൊരു നീതി, അങ്ങനെ പറയാതെ പോയ ഒരു നീതികേടാവും. എനിക്ക് അഡ്വക്കേറ്റ് ചന്ദ്രശേഖര പരിചയമുണ്ട്. അതേ ഒരു സ്ത്രീലമ്പടനായിട്ട് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ഇപ്പോൾ ഒരു സ്ത്രീ വന്ന് വെളിപ്പെടുത്തുന്നു. എനിക്ക് രാഷ്ട്രീയമായി എതിർ ചേരിയിൽ നിൽക്കുകയും അഭിപ്രായ വ്യത്യാസമുള്ള രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ആളാണ് ചന്ദ്രശേഖർ. പക്ഷെ അദ്ദേഹത്തിനെതിരെയും പറഞ്ഞിട്ടുള്ളത് ഇതേ സ്ത്രീ തന്നെയാണ്. അപ്പോ അതുകൊണ്ട് അദ്ദേഹം ഒരു സ്ത്രീലമ്പടനം അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടുള്ളത് എന്റെ വ്യക്തിപരമായ ബോധ്യമാണ്. പക്ഷെ ഇപ്പോൾ ആ സ്ത്രീ പറയുന്നു അന്വേഷിക്കുക തന്നെ വേണം. അതുപോലെ തന്നെ ആ സ്ത്രീയുടേതായിട്ടുള്ള ആരോപണം മുകേഷിനെതിരെ വന്നിട്ടുണ്ട്. അപ്പൊ മുകേഷിനെതിരെയും അന്വേഷണം നടക്കട്ടെ. അന്വേഷണത്തെ തുടർന്ന്